ഡിയർ സ്റ്റുഡൻസ്, ഈ വീഡിയോ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് ട്രെൻഡ്സ് ഇൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ്. കഴിഞ്ഞ ഒന്ന് രണ്ട് വീഡിയോയിലൂടെ നമ്മൾ ലേറ്റസ്റ്റ് ടെക്നോളജീസ് ഇൻ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിരുന്നു. അല്ലെങ്കിൽ അതിലെ വീഡിയോയിൽ അതിൻ്റെ കണ്ടൻറ് ഉണ്ടായിരുന്നു, ലേറ്റസ്റ്റ് ടെക്നോളജീസ് അല്ലേ, ടോപ്പ് 10 ടെക്നോളജീസ് ഫോർ ഡിജിറ്റൽ മാർക്കറ്റിംഗ്. പക്ഷെ എങ്കിലും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന കുറച്ച് റീസെൻറ്റ് ട്രെൻഡ്സിനെ കുറിച്ച് നമുക്ക് നോക്കാം. അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ്, എങ്കിലും നോക്കി പോവാം. സോ ഒന്നാമത്തെ ടെക്നോളജി അല്ലെങ്കിൽ ഒന്നാമത്തെ ട്രെൻഡ് എന്ന് പറയുന്നത് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ വളരെ ഇപ്പോൾ പ്രചാരത്തിലുള്ള അല്ലെങ്കിൽ 2020 അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ പ്രസൻറ്റ് ഡേയിൽ വളരെ പ്രചാരമായിട്ടുള്ള ഒരു ടെക്നിക്കാണ് അല്ലെങ്കിൽ ടെക്നോളജിയാണ്, ട്രെൻഡാണ് വോയിസ് സെർച്ച് എന്ന് പറയുന്നത്. സാധാരണ നമ്മൾ സെർച്ചിങ്ങിന് വേണ്ടി പ്രോഡക്റ്റ് ആയിക്കോട്ടെ, സർവീസ് ആയിക്കോട്ടെ, അതിൻ്റെ ഫീച്ചേഴ്സ് ആയിക്കോട്ടെ, കമ്പനിയെക്കുറിച്ചായിട്ട് ഇതൊക്കെ സെർച്ച് ചെയ്യാൻ വേണ്ടി എന്താ ചെയ്യുക, ഒരു ബ്രൗസർ എടുത്ത് നമ്മളതിൽ സെർച്ച് എഞ്ചിനിൽ എന്ത് ചെയ്യുന്നു, എൻ്റെ വിൻഡോയിൽ ടൈപ്പ് ചെയ്തിട്ടാണ് നമുക്ക് ഡാറ്റയൊക്കെ നമ്മൾ എടുക്കുന്നത്. ക്ലിയർ? അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം, നമ്മൾ നമ്മുടെ ഹാൻഡ്സ് വർക്കൗട്ട് ചെയ്യണം. ഓക്കെ, അത് ടൈപ്പ് ചെയ്യുന്നതിന് നമ്മൾ പ്രവർത്തിക്കണം. പക്ഷേ ഹാൻഡ്സ് ഫ്രീ എന്താ, കൈകൊണ്ട് യാതൊന്നും ചെയ്യാതെ തന്നെ എന്താണോ നമുക്ക് സെർച്ച് ചെയ്യേണ്ട കാര്യം, അറിയേണ്ട കാര്യം, അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ, വോയിസ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ആ വോയിസിനെ റിസീവ് ചെയ്തിട്ട് അതിനെ ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള കമാൻഡാക്കി മാറ്റി സെർവറിൽ നിന്നും അല്ലെങ്കിൽ ഡാറ്റാബേസിൽ നിന്നും അല്ലെങ്കിൽ വെബിൽ നിന്നും ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് ലഭ്യമാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ടെക്നോളജീസ് ഇപ്പോൾ അവൈലബിൾ ആണ് അല്ലേ. വോയിസ് ടു ടെക്സ്റ്റും അതുപോലെ ടെക്സ്റ്റ് ടു വോയിസും ഇതൊക്കെ ഇപ്പോൾ സാധാരണയിൽ ഉപയോഗിച്ചു വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് വോയിസ് സെർച്ച് ഈ കാലഘട്ടത്തിൽ വളരെയധികം പ്രചാരത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു. ഓക്കെ, അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് ഒട്ടനവധി ആപ്ലിക്കേഷൻസ് നമുക്ക് അറിയാൻ പറ്റും അല്ലേ. ഇപ്പോൾ മൈക്രോസോഫ്റ്റിൻ്റെ കോർട്ടന അതൊരു ഫങ്ഷണാലിറ്റിയാണ്. നമ്മൾ വോയിസ് മുഖേന നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് അത് എന്ത് ചെയ്യും, നമുക്ക് സിസ്റ്റത്തിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കും. വെബ് എന്ന് എടുത്തുകൊണ്ട്. അപ്പോൾ ആ രീതി. അതുപോലെ തന്നെ ആമസോൺ അലക്സ, അതുപോലെ ഹോം പാഡ് ഓഫ് ആപ്പിൾ, ഓക്കെ, അതിൽ ഗൂഗിളിൻ്റെ സോഫ്റ്റ്വെയർസ് അല്ലെങ്കിൽ അതുപോലെ തന്നെ മൈക്രോസോഫ്റ്റ് കോർട്ടൺ, ഇതൊക്കെ ഈ രീതിയിൽ വരുന്ന ഒരു തരത്തിൽ പറഞ്ഞാൽ ചാറ്റ് ബോട്ട്സ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ വോയിസ് സെർച്ചിന് ഉപയോഗിക്കാൻ പറ്റുന്ന ടൂൾസാണ്. അപ്പോൾ ഇത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അതുപോലെ തന്നെ മെഷീൻ ലേണിംഗ് ഇങ്ങനെയുള്ള ഡെവലപ്മെൻറ്റ്സിൻ്റെ ട്രെൻഡ് പോകുന്നതിനനുസരിച്ച് അല്ലേ, നമുക്ക് ഇപ്പോൾ ഇങ്ങനെയുള്ള കൂടുതൽ സർവീസസ് കിട്ടിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ നമ്മുടെ സ്മാർട്ട് ഫോണിൽ തന്നെ നമ്മൾ വോയിസ് പറഞ്ഞു കഴിഞ്ഞാൽ ടൈപ്പ് ചെയ്യാൻ പറ്റുന്ന ടൂൾസ് ഉണ്ട്, ആപ്ലിക്കേഷൻസ് ഉണ്ട് അല്ലേ. അതനുസരിച്ച് ഡോക്യുമെൻറ്റ് ടൈപ്പ് ചെയ്യണമെങ്കിൽ നമുക്കിപ്പോൾ കൈകൊണ്ട് ടൈപ്പ് ചെയ്യണമെന്നില്ല. അപ്പോൾ എന്ത് ചെയ്താൽ മതി, വോയിസിലൂടെ നമ്മൾ പറഞ്ഞാൽ മതി, നമ്മൾ എടുത്തിരിക്കുന്ന സ്ക്രീനിൽ എന്ത് ചെയ്യും, അതിൻ്റെ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ആ രീതിയിൽ ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള പ്രോസസ്സുകൾ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ രീതിയിൽ വോയിസ് സെർച്ച് ഒരു പ്രധാനപ്പെട്ട ടെക്നോളജി അല്ലെങ്കിൽ ട്രെൻഡായിട്ട് നമുക്ക് പറയാം. അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ പ്രോഡക്റ്റിനെ കുറിച്ചോ സർവീസിനെ കുറിച്ചോ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വോയിസ് സെർച്ച് വഴി കൂടുതൽ നടക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഡെവലപ്മെൻറ്റ്. അതുപോലെ തന്നെ സ്മാർട്ട് ചാറ്റിംഗ് അല്ലേ, ടെക്സ്റ്റ് ചാർട്ടായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. ഇപ്പം അതിൻ്റെ അല്ലേ, നമ്മൾ ട്രഡീഷണൽ ചാറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ടെക്സ്റ്റ് മെസ്സേജ് നമ്മൾ അയക്കുക, അതിന് ഉടനെ റിപ്ലൈ വരും. ഇപ്പോൾ ഓൺ സ്ക്രീനിൽ നോക്കിക്കൊണ്ട് നമ്മൾ ടെക്സ്റ്റ് മെസ്സേജ് ടൈപ്പ് ചെയ്ത് അല്ലെങ്കിൽ അവിടെ നിന്ന് റിസീവ് ചെയ്ത് അങ്ങനെയാണ് നമ്മൾ ചാറ്റിങ്ങിനെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ട്രഡീഷണൽ. പക്ഷേ ഇപ്പോൾ അങ്ങനെയാണോ? അല്ലേ. ചാറ്റിംഗ് നമ്മൾ വളരെയധികം മാറിക്കഴിഞ്ഞു. അപ്പോൾ വോയിസ് ആവാം, വീഡിയോ ആവാം, മൾട്ടിമീഡിയ ആവാം. അങ്ങനെ ഈ രീതിയിലേക്ക് നമ്മുടെ ചാറ്റിംഗ് സർവീസസ് മാറിയിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വാട്സപ്പിൻ്റെ കേസിൽ തന്നെ നമുക്കറിയാൻ പറ്റും അല്ലേ, ആ രീതിയിൽ അല്ലെങ്കിൽ അതിനേക്കാളും വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ പ്രൊവൈഡ് ചെയ്യുക, സ്മാർട്ടറായിട്ടുള്ള രീതിയിൽ ചാറ്റിംഗ് പ്രൊവൈഡ് ചെയ്യുന്ന ചാറ്റ് ബോട്ടുകൾ അല്ലേ. നമ്മൾ നേരത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ പറഞ്ഞു. അപ്പോൾ ആ രീതിയിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയൊക്കെ ഡെവലപ്മെൻറ്റ്സോടുകൂടി AI ഡെവലപ്പ് ചെയ്യുന്നതനുസരിച്ച് ചാറ്റ് ബോട്ട്സ് വളരെ കൂടുതൽ ഇപ്പോൾ കമ്പനികൾ ഉപയോഗിക്കുന്നു, മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ് കൈകാര്യം ചെയ്യാനും, പ്രൊമോഷണൽ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ടും കസ്റ്റമർ എൻഗേജ്മെൻറ്റിന് വേണ്ടിയിട്ടും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ, വോയിസ് ചാറ്റാണ് മിക്കവാറും കേസ് നടക്കുന്നത്. വോയിസ് ചാറ്റിൻ്റെ ഒരു പ്രത്യേകത എന്താ, നമ്മൾ എൻഗേജ്ഡ് പോലെ തോന്നും നമുക്കല്ലേ, മറ്റൊരാളടുത്ത് സംസാരിക്കുന്ന രീതിയിൽ കമ്പനിയുടെ സ്റ്റാഫുമായിട്ട് ബന്ധപ്പെടുന്ന രീതിയിൽ തന്നെ നമുക്ക് സംസാരിക്കാൻ പറ്റും. അപ്പോൾ ആ രീതിയിൽ ഒരു പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള
ഒരു എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി സ്മാർട്ടറായിട്ടുള്ള ചാറ്റിംഗ് അല്ലെങ്കിൽ ചാറ്റ് ബോട്ട്സ് ഉപയോഗിച്ച് വരുന്നു. ക്ലിയർ? അപ്പോൾ ഇത് ഒരു പ്രധാനപ്പെട്ട ഡെവലപ്മെൻ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ തന്നെയാണ് മൈക്രോ മൊമെൻറ്റ്സ്. വേറൊരു പ്രധാനപ്പെട്ട ഡെവലപ്മെൻറ്റ്സ് ആണെന്ത്, ഗൂഗിളിൻ്റെ തന്നെ വരുന്നിട്ടുള്ള ഒരു സർവീസാണ് മൈക്രോ മൊമെൻറ്റ് അല്ലേ. നമുക്കറിയാം ഗൂഗിൾ മൈക്രോ മൊമെൻറ്റ്സിനെ കുറിച്ച് പറയുമ്പോൾ എന്താ പറയണത്, ഒരാൾ, ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ ക്ലിയർ പല കാര്യങ്ങൾക്കും കുറച്ച് സമയം വരും. ക്ലിയർ? ചെറിയ ചെറിയ മൈക്രോ ഈവൻറ്റ്സ് പോലെ എന്ത് ചെയ്യാറുണ്ട്, ചില കാര്യങ്ങൾ ഒന്നുകിൽ എന്തെങ്കിലും ഇൻഫർമേഷൻ സെർച്ച് ചെയ്യാൻ വേണ്ടി, എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തെടുക്കാൻ വേണ്ടി, ക്ലിയർ, ടു ദറ്റ് ഈസ് ഇൻ ഓർഡർ ടു സെർച്ച് സംതിങ് ഓർ ഇൻ ഓർഡർ ടു ഡു സംതിങ്. ക്ലിയർ? ഇങ്ങനെ ഫോൺസ് ഉപയോഗിക്കുന്നുണ്ട്, സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നുണ്ട്, സ്മാർട്ട് ഡിവൈസുകൾ ഉപയോഗിക്കുന്നുണ്ട്, കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നുണ്ട്, നെറ്റിലേക്ക് വരുന്നുണ്ട്. ക്ലിയർ? ഇങ്ങനെയുള്ള മൊമെൻറ്റുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മൈക്രോ മൊമെൻറ്റ്സ് എന്ന് പറയുന്നത്. ക്ലിയർ? ഇപ്പം ഈ മൈക്രോ മൊമെൻറ്റ്സ് ക്ലിയർ അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ കിട്ടുകയാണെങ്കിൽ ആ മൈക്രോ മൊമെൻറ്റ്സിനനുസരിച്ചുകൊണ്ട് കമ്പനികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ പ്രോഡക്റ്റിനെ മാർക്കറ്റ് ചെയ്യാൻ പറ്റും, പ്രൊമോട്ട് ചെയ്യാം. അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട ഇപ്പോഴത്തെ ഒരു ടെക്നോളജിയാണ്. കമ്പനികൾ എന്ത് ചെയ്യുന്നു, ഗൂഗിളിൻ്റെയും മറ്റുള്ള ഇതുപോലെ തന്നെയുള്ള സർവീസ് പ്രൊവൈഡേഴ്സിൻ്റെയൊക്കെ സർവീസസ് ഉപയോഗിച്ചുകൊണ്ട് അവരിൽ നിന്നുള്ള ഇൻപുട്ട് വാങ്ങിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ ഇൻപുട്ട് ഷെയർഡായിട്ട് വാങ്ങിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു, കസ്റ്റമറുടെ നേച്ചർ എന്താണ്, ടെൻഡൻസി എന്താണ്, എക്സ്പീരിയൻസ് എന്താണ്, അല്ലെങ്കിൽ അവരുടെ ബിഹേവിയർ എന്താണ്, ക്ലിയർ, ഈ രീതിയിൽ ഡാറ്റ അനലിറ്റിക്സ് അവർ ചെയ്തെടുക്കുന്നു. ക്ലിയർ? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സോഫ്റ്റ്വെയർസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട്, ക്ലിയർ, അത്തരത്തിലുള്ള ടൂൾസ് ഉപയോഗിച്ചുകൊണ്ട്, ടെക്നിക്സ് ഉപയോഗിച്ചുകൊണ്ട്, ക്ലിയർ, ഡാറ്റ അനലിറ്റിക്സ് ചെയ്തെടുക്കുന്നു. ക്ലിയർ? അപ്പോൾ ഏത് രീതിയിലാണ് സെർച്ച് ചെയ്യുന്നത്, എന്താണ് അവർ നോക്കുന്നത്, അല്ലെങ്കിൽ ഏത് കൈൻഡ് ഓഫ് ഇതാണ്, എത്ര സമയം ഉപയോഗിക്കുന്നത്, ക്ലിയർ, ഇങ്ങനെയുള്ള ഇൻഫർമേഷൻ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കമ്പനി ക്യാൻ മേക്ക് മാർക്കറ്റിംഗ്, ക്ലിയർ, പുഷ് ദെയർ അഡ്വർടൈസ്മെൻറ്റ്. അപ്പോൾ കമ്പനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ അഡ്വർടൈസ്മെൻറ്റ് പുഷ് ചെയ്യാൻ, അതുവഴി അത് സെയിൽസിലേക്ക് കൺവേർട്ട് ചെയ്യാനും, ക്ലിയർ, പോസിറ്റീവാക്കി ആക്ഷനിലേക്ക് കൊണ്ടുവരാനും പറ്റും. അപ്പോൾ മൈക്രോ മൂവ്മെൻറ്റ്സിൻ്റെ ഒരു കാര്യം, ഫോർ എക്സാമ്പിൾ ഗൂഗിളിൻ്റെ തന്നെ ഈ മൈക്രോ മൂവ്മെൻറ്റ്സിനെ കുറിച്ചുള്ള ഒരു ആസ്പെക്റ്റിൽ പറയുന്നത്, ക്ലിയർ, ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുന്നത്, ഒരു കാറ് വാങ്ങിക്കുന്നതിന് വേണ്ടി ഒരു കസ്റ്റമർ ഒരു ഏകദേശം 900 ക്ലിയർ പ്രാവശ്യം അത്രയും തവണ ക്ലിയർ ഇംപ്രഷൻസ് വന്നിട്ടുള്ളതാണ്, 900 ഇംപ്രഷൻസ്. എൻ്റെ അർത്ഥം എന്താ, ഓരോ തവണ അദ്ദേഹം പല കാര്യങ്ങൾ സെർച്ച് ചെയ്യുന്നു. ചിലപ്പോൾ അതിൻ്റെ പ്രൈസിനെ കുറിച്ച്, കളറിനെ കുറിച്ച്, മോഡലിനെ കുറിച്ച്, കമ്പാരിസനെ കുറിച്ച്, ക്ലിയർ, ഇങ്ങനെ ആദ്യം കമ്പയർ ചെയ്ത് അല്ലെങ്കിൽ സെർച്ച് ചെയ്തിട്ട് അവസാനത്തെ കുറച്ച് സെർച്ചുകളിൽ അവരുടെ ബ്രാൻഡുകളുടെ ഇടയിലൊക്കെ അതൊക്കെ റെഡ്യൂസ് ഒരു 3 ബ്രാൻഡ്, 2 ബ്രാൻഡ്, ക്ലിയർ, പിന്നെ അവസാനമാണ് ഒരു ബ്രാൻഡിലേക്ക് അത് എത്തുന്നു. ക്ലിയർ? അപ്പോൾ ആ രീതിയിൽ ഒരു പർച്ചേസിങ് ഡിസിഷൻ ആവുന്നതിന് കുറേയധികം മൂമെൻറ്റ്സ് ഉണ്ട്, കുറേയധികം ഓൺലൈൻ ആക്ടിവിറ്റി നടക്കുന്നു. ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസിനെ പറയുന്ന പേരാണ് മൈക്രോ മൊമെൻറ്റ്സ്. ക്ലിയർ? സോ മൈക്രോ മൊമെൻറ്റ്സ് ഒക്കെ വെൻ പീപ്പിൾ ടേൺ ടു ഡിവൈസ് ലൈക്ക് സ്മാർട്ട് ഫോൺ ടു ആക്ട് ഓൺ a need to learn something or to do something or to discover something, clear, so watch something or buy something, clear, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് എന്ത് പറയാൻ പറ്റും, മൈക്രോ മൊമെൻറ്റ്സ് എന്ന് പറയും. എന്താ കാരണം, കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കാറില്ല പല ആൾക്കാർ. നമ്മൾ എന്ത് ചെയ്യും, ഒരു കാര്യം നമ്മൾ ഒരു കാര്യം നമുക്ക് സ്പെല്ലിംഗ് അറിയണം, നമ്മൾ ഉടനെ എന്ത് ചെയ്യും, അത് സെർച്ച് ചെയ്യും, അത് കഴിഞ്ഞ് അത് ക്ലോസ് ചെയ്തു. അതുപോലെ തന്നെ നമുക്കൊരു പ്രോഡക്റ്റിനെ കുറിച്ച് അറിയണം, നമ്മളത് സെർച്ച് ചെയ്തു, അത് കഴിഞ്ഞ് അത് ക്ലോസ് ചെയ്തു, അതിൻ്റെ പ്രൈസിനെ കുറിച്ചാണ്, അപ്പോൾ പിന്നീട് ഒരു സമയത്തായിരിക്കും നമ്മളത് ചെയ്യുക. ഇങ്ങനെ ചെറിയ രീതിയിൽ മൊമെൻറ്റ്സ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ മൈക്രോ മൊമെൻറ്റ്സ്. അപ്പോൾ ഇത്തരത്തിലുള്ള മൈക്രോ മൊമെൻറ്റ്സിനെ അനലൈസ് ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്നും കമ്പനികൾക്ക് ആവശ്യമായുള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗ് പുഷ് അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്നതിനാവശ്യമായുള്ള സ്ട്രാറ്റജി ഫോർമുലേറ്റ് ചെയ്യുന്നതിനുള്ള ഇൻഫർമേഷൻ ലഭിക്കും. ക്ലിയർ? അപ്പോൾ ഈ രീതിയിൽ കൊണ്ടുവരുന്ന ഒരു ടെക്നിക്കാണ് എന്ന് പറയുന്നത് മൈക്രോ മൊമെൻറ്റ്സ് എന്ന് പറയുന്നത്. ക്ലിയർ? അതും ഇപ്പോൾ വ്യാപകമായിട്ട് കമ്പനികൾ ഉപയോഗിക്കാവുന്ന അല്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഉള്ള അല്ലെങ്കിൽ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെൻഡായിട്ട് നമുക്ക് പറയാൻ പറ്റും. ക്ലിയർ? സോ ദർ ആർ ഹൺഡ്രഡ്സ് ഓഫ് ദീസ് മൂവ്മെൻറ്റ്സ് എവറി ഡേ, അല്ലേ? ഓരോ ദിവസവും അദ്ദേഹം ഇങ്ങനെ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പല തരത്തിലുള്ള സെർച്ചസോ അല്ലെങ്കിൽ ആക്ടിവിറ്റീസും ചെയ്യുന്നുണ്ടാവും. ക്ലിയർ? കമ്പ്യൂട്ടറിലൂടെ അല്ലെങ്കിൽ നെറ്റിലൂടെ, അപ്പോഴൊക്കെ ഓൺലൈൻ ആയിരിക്കും. ക്ലിയർ? സോ ചെക്കിംഗ് ദി ടൈം, ടെക്സ്റ്റിംഗ് ടു ദ സ്പൗസ്, ചാറ്റിംഗ് വിത്ത് ദ ഫ്രണ്ട്സ്, സോഷ്യൽ മീഡിയ. ക്ലിയർ? ഇതിലെല്ലാം ഓരോരോ മൂമെൻ്റായിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യുകയാണെങ്കിൽ ഒരു ദിവസം തന്നെ ചിലപ്പോൾ 100 കണക്കിന് മൂമെൻറ്റ്സ് ഉണ്ടാവാം. സോ ദീസ് മൂമെൻറ്റ് കൺസ്യൂമേഴ്സ് experiences are higher than ever. Clear? So for example, a study reveals that the smartphone users 82% consult their phones while they are standing in the store deciding
വിച്ച് പ്രോഡക്റ്റ് ബൈ അല്ലേ. ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കാൻ വേണ്ടി നമ്മൾ സ്റ്റോറിൻ്റെ ഫ്രണ്ട് നിൽക്കാമെന്ന് വിചാരിക്കുക അല്ലേ. അപ്പോൾ പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യും, ഡയറക്റ്റായിട്ട് പോയി പർച്ചേസ് ചെയ്യുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യും, ആ പ്രോഡക്റ്റിനെ കുറിച്ചോ അതിനെ കുറിച്ചോ അതിൻ്റെ കമ്പാരിസനെ കുറിച്ചോ അതിൻ്റെ ആൾട്ടർനേറ്റീവ് പ്രോഡക്റ്റിനെ കുറിച്ചോ ബ്രാൻഡിനെ കുറിച്ചോ ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, നെറ്റിൽ സെർച്ച് ചെയ്യും. ഇനിയിപ്പോൾ വില കൗണ്ടറിലുള്ള ഒരാൾ വില പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഫോണിൽ അതിൻ്റെ വില സെർച്ച് ചെയ്ത് നോക്കും. ഇങ്ങനെ 82% ആൾക്കാർ സ്മാർട്ട് ഫോൺ യൂസേഴ്സും ഇങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ് സ്റ്റഡി. അതുപോലെ തന്നെയാണ് വേറൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് എന്ന് പറയുന്നത്, 1 in 10 of those end up in buying a different product than they plan. ക്ലിയർ. അവർ എന്ത് വാങ്ങിക്കണം പറഞ്ഞിട്ടാണ് ഒരു സ്റ്റോറിലേക്ക് കയറിയത്. ക്ലിയർ. പലപ്പോഴും ഈ സെർച്ചൊക്കെ കഴിയുന്ന സമയത്ത് 10 ആളുകളിൽ ഒരാളെങ്കിലും എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ പ്രോഡക്റ്റിൻ്റെ ഡിസിഷൻ മാറ്റുന്നുണ്ട്. ക്ലിയർ. എന്ത് വാങ്ങിക്കാൻ വേണ്ടി വന്നോ അത് മാറ്റിയിട്ട് വേറൊന്ന് വാങ്ങിച്ചിട്ട് പോകുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ഇതെല്ലാം ചില ഇൻപുട്സ് ആണ്. ക്ലിയർ. അപ്പോൾ മാർക്കറ്റിംഗ് ഫേമുകൾക്ക് ഇൻപുട്ട്. അതുകൊണ്ട് ഇത് മൈക്രോ മൂവ്മെൻറ്റ്സിനെ കുറിച്ചുള്ള സ്റ്റഡി അല്ലെങ്കിൽ അതിനെ അനുസരിച്ചുള്ള പ്രൊമോഷണൽ മെഷേഴ്സ് ക്ലിയർ ഒരു പ്രധാനപ്പെട്ട ട്രെൻഡായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ. ഇപ്പോൾ ഗൂഗിളിലാണ് ഇത് ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നത്, മൈക്രോ മൊമെൻറ്റ്സ് അല്ലെങ്കിൽ മൊമെൻറ്റ്സ് മാർക്കറ്റിംഗ് എന്നുള്ള ഒരു ടേം കൊണ്ടുവന്നു. ഓക്കെ. ഇത് ഓഗ്മെൻറ്റഡ് ആൻഡ് വെർച്വൽ റിയാലിറ്റി മാർക്കറ്റിംഗ്. ക്ലിയർ. ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അല്ലേ. ഓഗ്മെൻറ്റഡ് റിയാലിറ്റി എന്താണ്, വെർച്വൽ റിയാലിറ്റി എന്താണ്. ക്ലിയർ. അപ്പോൾ അത്തരത്തിൽ മാർക്കറ്റേഴ്സ് ഇപ്പോൾ എന്ത് ചെയ്യുന്നു, ഒരു പ്രോഡക്റ്റിനെ കുറിച്ചൊരു എക്സ്പീരിയൻസ് കൊടുക്കാൻ, ഒരു ഷോപ്പിൽ കയറിയിട്ട് ഷോപ്പ് ചെയ്യുന്ന അതേ എക്സ്പീരിയൻസ് കൊടുക്കാൻ വേണ്ടി അല്ലേ, ഒരു പ്രോഡക്റ്റ് നമുക്ക് കണ്ട് നോക്കിയിട്ട് അല്ലേ, അതിന് ഡയമെൻഷൻസ് ഒക്കെ നോക്കിയിട്ട് വാങ്ങിക്കാൻ പറ്റുന്ന രീതിയിൽ, വെറുതെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റിലോ അല്ലെങ്കിൽ കളറിലോ ഒരു പിക്ചർ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ല. അപ്പോൾ അതിനെന്ത് ചെയ്യണം, 3D അല്ലേ, അനിമേറ്റഡ് ആയിട്ടുള്ള രീതിയിൽ അതിനെ കാണിക്കണം. ക്ലിയർ. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഏത് ഭാഗത്തു നിന്ന് നോക്കാൻ പറ്റണം അല്ലേ, അതിനെ ടേൺ ചെയ്ത് നോക്കുക അല്ലെങ്കിൽ തിരിച്ച് നോക്കുക അല്ലെങ്കിൽ മറിച്ച് നോക്കുക ഒക്കെ ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് വെർച്വൽ ആയിട്ടുള്ള രീതിയിൽ ഓഗ്മെൻറ്റഡ് റിയാലിറ്റി ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട്, വെർച്വൽ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ക്ലിയർ ഒരു റിയൽ ലൈഫ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ് നെറ്റിലൂടെ വെബിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പോൾ ആ രീതിയിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ക്ലിയർ ആസ്പെക്റ്റ് ഇപ്പോൾ വളരെ കൂടുതൽ വന്നുകൊണ്ടിരിക്കുകയാണ് കമ്പനികളുടെ ഇടയിൽ. ക്ലിയർ. പ്രത്യേകിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് അല്ലേ. ഇപ്പം നേരത്തെയൊക്കെ ആണെങ്കിൽ ഓൺലൈൻ ഷോപ്പിംഗ് പ്രൊവൈഡ് ചെയ്യുന്ന കുറച്ച് കമ്പനികളെ ഉണ്ടായിരുന്നു. ഇപ്പം അങ്ങനെയല്ല, വളരെയധികം കമ്പനികൾ മാർക്കറ്റേഴ്സ് ഈ ഫീൽഡിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ക്ലിയർ. അപ്പോൾ അതുകൊണ്ട് ഓഗ്മെൻറ്റഡ് റിയാലിറ്റി അല്ലെങ്കിൽ വെർച്വൽ റിയാലിറ്റി എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ആസ്പെക്റ്റായിട്ട്, ഡിജിറ്റൽ മാർക്കറ്റിംഗിൻ്റെ ആസ്പെക്റ്റായിട്ട് നമുക്ക് പറയാൻ പറ്റും. ലൈവ് വീഡിയോസ് അല്ലേ, വീഡിയോ ചാറ്റിംഗ് അല്ലെങ്കിൽ ലൈവ് വീഡിയോസ്. ക്ലിയർ. ഇപ്പോൾ ലൈവ് വീഡിയോസ് എന്ന് പറയുന്നത് അതും ഒരു പ്രധാനപ്പെട്ട സ്ട്രാറ്റജി ആയിട്ട് ഇപ്പോൾ കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു. ക്ലിയർ. സോ ലൈവ് കണ്ടന്റ് ഈസ് എ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് സെഗ്മെന്റ് ഓഫ് ദി ഇന്റർനെറ്റ്. ക്ലിയർ. സോ വീഡിയോ ട്രാഫിക് ഡ്യൂ ടു ദി remarkable developments in the recent years through Facebook, Instagram, YouTube. Live streaming content is effective because it is free and takes a short time to produce, while it offers a real-time user engagement. Clear. അപ്പോൾ ലൈവ് വീഡിയോസ് അല്ലെങ്കിൽ ലൈവ് സ്ട്രീമിംഗ് വഴി നടക്കുന്ന പ്രോഗ്രാം. ക്ലിയർ. ഇതെല്ലാം ഒരു പ്രധാനപ്പെട്ട ടൂളായിട്ട്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടൂളായിട്ട് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ക്ലിയർ. സോ മോറോവർ it has the ability to generate greater impressions than posts published in a news feed, especially if users choose to post them to their stories. Clear. So live streaming content allows marketers to engage with their leads in quickest way as possible. Clear. To improve their relationship with the ഫോളോ. ക്ലിയർ. ഒരു കമ്പനിയുടെ പ്രോഡക്റ്റിനെ ഫോളോ ചെയ്യുന്ന വ്യക്തികളിലേക്ക് കമ്പനിയുടെ ഇൻഫർമേഷനെ കുറിച്ച്, പ്രോഡക്റ്റിൻ്റെ ഇൻഫർമേഷനെ കുറിച്ച്, അതിൻ്റെ അവൈലബിലിറ്റിയെ കുറിച്ച് അല്ലെങ്കിൽ അതിൽ വന്നിട്ടുള്ള ചേഞ്ചസിനെ കുറിച്ചൊക്കെ എന്ത് ചെയ്യുന്നു, ലൈവ് സ്ട്രീമിംഗ് വഴി, ലൈവ് വീഡിയോസ് വഴി എന്ത് ചെയ്യുന്നു, എത്തിക്കുന്ന ക്ലിയർ തരത്തിലേക്ക് നമ്മുടെ മാർക്കറ്റിംഗ് ടെക്നിക്സ് മാറിയിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ളതാണ് ലൈവ് വീഡിയോ. ക്ലിയർ. ആസ് എ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെൻഡ്. AI, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്. ക്ലിയർ. AI ബേസ്ഡ് സിസ്റ്റം അല്ലെങ്കിൽ AI മെഷീൻ ലേണിംഗ് സിസ്റ്റം നമ്മൾ അതൊക്കെ നേരത്തെ പഠിച്ചതാണ്. അപ്പോൾ അത് ഇവിടെ എന്തിനു ഉപയോഗിക്കുന്നു, മാർക്കറ്റിംഗ് ടെക്നിക്കിന് വേണ്ടി ഉപയോഗിക്കുന്നു. ക്ലിയർ. അപ്പോൾ ആമസോൺ ആയിക്കോട്ടെ, മൈക്രോസോഫ്റ്റ് ആയിക്കോട്ടെ, ഗൂഗിൾ ആയിക്കോട്ടെ അല്ലേ. സോ ദേ എക്സ്റ്റെൻഡ് ദെയർ റിസോഴ്സസ് ഇൻ AI മെഷീൻ ലേണിംഗ്. ക്ലിയർ. അപ്പോൾ ഗൂഗിളൊക്കെ അപ്പോൾ പ്രധാനമായിട്ടും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ബേസ്ഡ് ആയിട്ടുള്ള രീതിയിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത് അല്ലേ. നമുക്കറിയാൻ പറ്റും, നമ്മൾ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങൾ, ടൈപ്പ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അത് പ്രോസസ്സ് ചെയ്ത് അതിനനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, ഡാറ്റാബേസിലേക്ക് ചെയ്യുന്നത് അല്ലേ. നമ്മൾ ചിലപ്പോൾ ഒരു കാര്യം
സെർച്ച് ചെയ്താൽ അത് മറന്നു പോകും. പക്ഷേ ഗൂഗിൾ മറക്കില്ല. കാരണം എന്ത് ചെയ്യും, അത് ഇടയ്ക്ക് റിമൈൻഡ് ചെയ്യും അല്ലേ, നിങ്ങൾ ഇന്ന സെർച്ച് ചെയ്തിരുന്നു എന്നിട്ട് പിന്നീട് അത് നമുക്ക് പ്രോംപ്റ്റ് ചെയ്യും. ക്ലിയർ? അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രോഡക്റ്റിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് പ്രോംപ്റ്റ് ചെയ്യും. അപ്പോൾ ഈ രീതിയിൽ വളരെയധികം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ബേസ്ഡ് ആയിട്ടുള്ള സിസ്റ്റംസ് വന്നുകൊണ്ടിരിക്കുന്നു. സോ ഇത് കമ്പനികൾക്കൊരു എന്തിനു വേണ്ടി ഉപയോഗിക്കാം, മാർക്കറ്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും. ക്ലിയർ? സോ AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ബേസ്ഡ് അല്ലെങ്കിൽ മെഷീൻ ലേണിംഗ് ബേസ്ഡ് ആയിട്ടുള്ള റോബോട്ടിക്സ് ആയിക്കോട്ടെ, ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ചാറ്റ് ബോട്ടുകളായിക്കോട്ടെ. ക്ലിയർ? അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, കസ്റ്റമേഴ്സിനെ കുറിച്ചും അവരുടെ എക്സ്പീരിയൻസിനെ കുറിച്ചും അല്ലെങ്കിൽ അവരുടെ നീഡ്സിനെ കുറിച്ചും വാണ്ട്സിനെ കുറിച്ചും അവരുടെ സെർച്ചിങ് പാറ്റേണിനെ കുറിച്ചും ബൈയിങ് പാറ്റേണിനെ കുറിച്ചും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള പ്രോഡക്റ്റും സർവീസുകളും മാർക്കറ്റ് ചെയ്യാൻ കമ്പനികളെ മാർക്കറ്റേഴ്സിനെ സഹായിക്കുന്നു. അതുകൊണ്ട് ഇതൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെൻഡായിട്ട് പറയാം. ദെൻ എൻഗേജ്മെൻറ്റ് ബേസ്ഡ് മാർക്കറ്റിംഗ്, ഇമെയിൽ മാർക്കറ്റിംഗ്. ക്ലിയർ? ഇവിടെ എൻഗേജ്മെൻറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഇമെയിൽ മാർക്കറ്റിംഗ് ചെയ്യുന്നു. ക്ലിയർ? സിംപ്ലി കുറേ ആളുകൾക്ക് മെയിൽ ചെയ്യുന്നതിന് പകരം അല്ലേ, അപ്പോൾ അങ്ങനെ ചെയ്യുന്നുണ്ട്, കമ്പനികളൊക്കെ ചെയ്യാറുണ്ട്. മെയിൽ IDs കുറേ കളക്ട് ചെയ്ത ശേഷം എന്ത് ചെയ്യുന്നു, ഗൂഗിളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലൊക്കെ മെയിൽ ID നോക്കിയിട്ട് എന്ത് ചെയ്യുക, അവർ കുറേ മെയിൽ പുഷ് ചെയ്യും. പക്ഷെ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് കുറച്ച് ആൾക്കാർ തന്നെ റെസ്പോണ്ട് ചെയ്യും, അത് വ്യൂ ചെയ്യും അല്ലേ, അത് ക്ലിക്ക് ചെയ്ത് അത് വ്യൂ ചെയ്യും. കുറച്ച് ആൾക്കാർ അത് വ്യൂ ചെയ്യില്ല. കമ്പനികൾ എന്ത് ചെയ്യുന്നു, ഇപ്പോൾ എൻഗേജ്മെൻറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഇമെയിൽ മാർക്കറ്റിംഗ് ചെയ്യും. എങ്ങനെയാണത്? ആദ്യം 1 lakh മെയിൽസ് അയച്ചു എന്ന് വിചാരിക്കുക. അതിൽ ചിലപ്പോൾ ഒരു 60,000 ആൾക്കാരായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, ക്ലിക്ക് ചെയ്തിട്ടുണ്ടാവുക. ക്ലിയർ? അപ്പോൾ അങ്ങനെ ക്ലിക്ക് ചെയ്തിട്ടുള്ള ആളുകൾക്ക് സബ്സിക്വൻറ്റ് മെയിൽ അയക്കുന്നു. ക്ലിയർ? ആ ക്ലിക്ക് ചെയ്തിട്ടുള്ള ആളുകളിൽ തന്നെ അതിനൊരു ഫയലോ ഫോൾഡറോ ചിലപ്പോൾ അതിലുള്ള ഏതെങ്കിലും ഡീറ്റെയിൽസോ ക്ലിക്ക് ചെയ്തിട്ട് കമ്പനിയുടെ വെബ്സൈറ്റിലേക്ക് റീഡയറക്റ്റ് ചെയ്തിട്ടുള്ള ചിലപ്പോൾ ഒരു 20,000 ആൾക്കാരാണെന്ന് വിചാരിക്കുക. അവർക്ക് കൂടുതൽ എക്സ്റ്റൻഡഡ് ആയിട്ട് മെയിൽ അയക്കുന്നു. ഇങ്ങനെ ക്ലിയർ, കസ്റ്റമേഴ്സിൻ്റെ എൻഗേജ്മെൻറ്റ് അനുസരിച്ച് അവരുടെ റെസ്പോൺസ് അനുസരിച്ച് ക്ലിയർ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇമെയിൽസിനെ സ്ട്രീം ചെയ്യുക. അപ്പോൾ ആദ്യം അയച്ചിരിക്കുന്ന മെയിൽ ഒരു ജനറൽ മെയിലായിരിക്കും. ക്ലിയർ? പിന്നീട് അയക്കുന്ന മെയിൽ കുറച്ചുകൂടെ ക്ലോസ് ആയിരിക്കും, പിന്നീട് കുറച്ചുകൂടെ ക്ലോസ്. അപ്പോൾ ആ രീതിയിൽ കസ്റ്റമേഴ്സിനെ പർച്ചേസിങ് ഡിസിഷനിലേക്ക് കൺവേർഷൻ അല്ലേ, കൺവേർഷൻ ഈസ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഓഫ് ഡിജിറ്റൽ മാർക്കറ്റ്. അപ്പോൾ അതുകൊണ്ട് കൺവേർഷനിലേക്ക് എന്താ കൺവേർഷൻ, ബൈയിങ് ആക്ഷൻ അല്ലേ, ബൈ ചെയ്യണം അല്ലെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റോ സർവീസോ ഉപയോഗിക്കണം. അപ്പോൾ ആ രീതിയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി മാർക്കറ്റിങ്ങിനെ സ്ട്രീം ലൈൻ ചെയ്യുന്നു. സോ ദാറ്റ് ഈസ് കോൾഡ് എൻഗേജ്മെൻറ്റ് ബേസ്ഡ് ഇമെയിൽ മാർക്കറ്റിംഗ്. ദെൻ റിച്ച് ലീഡ് പ്രൊഫൈലിംഗ് അതുപോലെ തന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ക്ലിയർ? സോ ഡാറ്റ എൻറിച്ച്മെൻറ്റ്, ഡാറ്റ നമ്മൾ സാധാരണ കൊടുക്കുന്നതിന് പകരം അല്ലേ, ഡാറ്റയുടെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഡാറ്റ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിനെ അനുബന്ധിച്ച് വരുന്ന മറ്റുള്ള ഡാറ്റ ക്ലിയർ അപ്പോൾ ഇവിടെ നമുക്ക് ലഭ്യമാവുമെങ്കിൽ അത് ആ ഡാറ്റയെ അല്ലെങ്കിൽ ഡാറ്റ ആയിട്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും, റിച്ച് ഡാറ്റ എന്ന് പറയാൻ പറ്റും. ക്ലിയർ? കാരണം എന്താ, അതിൽ കുറേയധികം വിവരങ്ങൾ അടങ്ങിയിരിക്കുന്ന ഒരു കാര്യമാണ്. സേ ഫോർ എക്സാമ്പിൾ ഒരു മെയിൽ ID എന്ന് വിചാരിക്കുക. ഇമെയിൽ ID നമുക്ക് കിട്ടി, നമ്മളൊരു ഇതിൽ നമ്മളിപ്പോൾ അത് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മുടെ പേര് അല്ലേ, നമ്മൾ കൊടുത്തിരിക്കുന്ന നെയിം അതിൽ വരാം, ചിലപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് കിട്ടും, നമ്മുടെ ഫോൺ നമ്പർ കിട്ടും. ക്ലിയർ? ഇങ്ങനെ കിട്ടുന്നതുകൊണ്ട് ക്ലിയർ നമുക്ക് മെയിൽ ID എന്ത് പറയാൻ പറ്റും, റിച്ച് ഡാറ്റ എന്ന് പറയാൻ പറ്റും. ക്ലിയർ? അപ്പോൾ ഈ രീതിയിൽ ക്ലിയർ റിച്ച് ലീഡ് പ്രൊഫൈലിംഗ് ക്ലിയർ കമ്പനികൾ ചെയ്തെടുക്കുന്നു. ക്ലിയർ? അതൊരു ട്രെൻഡ് അല്ലെങ്കിൽ ടെക്നോളജി ആയിട്ട് നമുക്ക് പറയാം. സോ ഡാറ്റ എൻറിച്ച്മെൻറ്റ് ഹാസ് ബിക്കം മോർ ആൻഡ് മോർ ഇമ്പോർട്ടൻറ്റ് നൗ ഡ്യൂ ടു ദി കമ്പനീസ് ദാറ്റ് collect and manage complex data for millions of leads and businesses. Clear? So marketers use data enrichment to reveal more details about their leads and personalize their approach with when attempting to കോണ്ടാക്ട് ചെയ്തത്. ക്ലിയർ? അപ്പോൾ കസ്റ്റമേഴ്സിനെ കോണ്ടാക്ട് ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അവരെ അറിയുന്നതിന് വേണ്ടി അല്ലേ, അവർ പോലും അറിയാതെ അവരുടെ ഡാറ്റ അല്ലേ അല്ലെങ്കിൽ അവരെ സർപ്രൈസിങ് ആക്കുന്ന തരത്തിലേ ഇതെങ്ങനെ എന്നൊരു കമ്പനിക്ക് നമ്മുടെ പേര് അറിഞ്ഞു അല്ലേ, അവർ ഇമെയിലിൽ മാത്രമായിരിക്കും ചിലപ്പോൾ കളക്ട് ചെയ്തിട്ടുണ്ടാവുക അല്ലേ. നിങ്ങളിപ്പോൾ ഒരു പ്രോഡക്റ്റ് സെർച്ച് ചെയ്യുന്നതിന് വേണ്ടി അല്ലേ, ഒരു പ്രോഡക്റ്റ് സെർച്ച് ചെയ്യുമ്പോൾ പ്രൊവൈഡ് യുവർ ഇമെയിൽ ID അല്ലേ സെർച്ച് കൊടുക്കുക. അന്ന് നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇമെയിൽ ID ആയിരിക്കും അവിടെ കളക്ട് ചെയ്യും. പക്ഷേ ഇമെയിലിനോടൊപ്പം എന്തുകൂടെ കളക്ട് ചെയ്യപ്പെടും, പേരോ ഡേറ്റ് ഓഫ് ബർത്തോ അല്ലേ. അപ്പോൾ ഇതിനനുസരിച്ച് ചിലപ്പോൾ നമുക്ക് നമ്മുടെ ബർത്ത്ഡേയിലേക്കായിരിക്കും ഒരു മെസ്സേജ്, വിഷിംഗ് മെസ്സേജ് വരുന്നത്. ക്ലിയർ? എന്തായിരിക്കും, നിങ്ങൾ ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞു അല്ലേ. ഇതെങ്ങനെ അവർ അറിഞ്ഞു നമ്മൾ വിചാരിക്കും, പക്ഷെ എന്താ, സോ ദേ കളക്ട് ഇൻഫർമേഷൻ. ക്ലിയർ? ഇത്തരത്തിൽ റിച്ച് ലീഡ് പ്രൊഫൈലിംഗ് ചെയ്ത് കസ്റ്റമേഴ്സിനെ ബൈയിങ്ങിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി അവർ ഉപയോഗിക്കുന്നു. ഓക്കെ, സോ റിച്ച് ലീഡ് പ്രൊഫൈലിംഗ്. നെക്സ്റ്റ് വൺ ഈസ് ബ്രൗസർ പുഷ് നോട്ടിഫിക്കേഷൻ. അതുപോലെ തന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ക്ലിയർ? സാധാരണഗതിയിൽ ഒരു ഇമെയിൽ നോട്ടിഫിക്കേഷനോ മറ്റു പ്രോഡക്റ്റ് നോട്ടിഫിക്കേഷനോ ഇതൊക്കെ
നമ്മൾ ഒരു കസ്റ്റമറെ ടാർഗറ്റ് ചെയ്ത് ചെയ്യുന്നതിന് പകരം ഒരാൾ ബ്രൗസർ ഉപയോഗിക്കുന്ന സമയത്ത് ക്ലിയർ ബ്രൗസറിൽ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കീവേഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് പ്രൊജക്റ്റ് ചെയ്ത് വരുന്ന തരത്തിലേക്ക് ബ്രൗസർ നോട്ടിഫിക്കേഷൻ നമുക്ക് മാർക്കറ്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നു. സോ പുഷ് നോട്ടിഫിക്കേഷൻസ് ആർ മൂവിങ് ഇൻ ടു ദ ഫീൽഡ് ഓഫ് എ വെബ് ബ്രൗസർ ടെക്നോളജി ആൻഡ് ആർ വൺ ഓഫ് ദ മോസ്റ്റ് പോപ്പുലർ വെബ് ഡെവലപ്മെൻറ്റ് ട്രെൻഡ്. ഇപ്പോഴുള്ളൊരു പ്രധാനപ്പെട്ട ട്രെൻഡായിട്ട് ഇത് മാറിയിരിക്കുന്നു. സോ കമ്പനീസ് യൂസ് ബ്രൗസർ പുഷ് നോട്ടിഫിക്കേഷൻ ടു റീച്ച് ദെയർ ലീഡ്സ് more effectively and communicate with them their audience in a more powerful way. Clear? So e-commerce companies for example use browser push to target their shoppers. അല്ലേ, നമുക്കൊക്കെ അറിയാൻ പറ്റും ഏതെങ്കിലും e-commerceൻ്റെ സൈറ്റ്സിന് വേണ്ടി നമ്മൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് തന്നെ ബ്രൗസറിൽ അത് ചെയ്യുന്ന സമയത്ത് തന്നെ ക്ലിയർ ഓട്ടോമാറ്റിക്കലി സൈറ്റിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് വരും. അതിൽ നമ്മൾ ഒരു പ്രോഡക്റ്റിനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ സൈറ്റിലേക്ക് റീഡയറക്റ്റ് ആവും. ക്ലിയർ. അപ്പോൾ ആ രീതിയിൽ ക്ലിയർ നോട്ടിഫിക്കേഷൻസിനെ ബ്രൗസർ സ്പെസിഫിക് ആയിട്ടുള്ള പുഷിങ് ക്ലിയർ നമ്മൾ സെർച്ച് ചെയ്ത് പിന്നെ നമ്മൾ ടാബ് അല്ലെങ്കിൽ എൻ്റർ പ്രസ് ചെയ്ത് അത് പോയിട്ട് സെർവറിൽ നിർത്തി നമുക്ക് ഡാറ്റ പേജ് കിട്ടുന്ന അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം എന്താ ബ്രൗസർ പുഷ്ഡ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ നമുക്ക് അവൈലബിൾ ആക്കുന്ന തരത്തിലേക്ക് മാറി. ക്ലിയർ. അപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് തന്നെ ആ സെർച്ചസിനനുസരിച്ചുള്ള കീവേഡ് അനുസരിച്ചുള്ള ക്ലിയർ പ്രോഡക്റ്റോ സർവീസോ അല്ലെങ്കിൽ യൂട്ടിലിറ്റീസ് ഒക്കെ നമ്മുടെ മുമ്പിൽ വിസിബിൾ നോട്ടിഫിക്കേഷനായിട്ട് വന്നുകൊണ്ടിരിക്കും. പിന്നെ നമ്മൾ സെർച്ച് ചെയ്യേണ്ട കാര്യമുണ്ടോ ഇല്ല, അതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് പർച്ചേസിങ്ങിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ ആ രീതിയിലേക്ക് പോകും. ദെൻ കണ്ടൻറ്റ് പേഴ്സണലൈസേഷൻ. ക്ലിയർ. ഇപ്പോൾ കണ്ടൻറ്റ് പേഴ്സണലൈസേഷൻ എന്താ? സാധാരണയൊക്കെ നമ്മൾ പേഴ്സണലൈസേഷന് വേണ്ടി നേരത്തെയൊക്കെ പഴയ കാലത്തൊക്കെ ഉപയോഗിച്ചിരുന്നത് എന്താ? പേഴ്സണലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് അനുസരിച്ച് നമ്മൾ ചെയ്യാം. അപ്പോൾ ലെറ്ററൊക്കെ അയക്കുമ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ പേര് വെച്ചിട്ട് വെറുതെ ഡിയർ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നതിന് പകരം ഒരാളുടെ പേര് അല്ലേ, ശ്രീ സോ ആൻഡ് സോ ക്ലിയർ മിസ്റ്റർ എ അല്ലേ, അങ്ങനെയൊക്കെ പറഞ്ഞ് ഗ്രീറ്റ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ആളുകൾക്ക് എന്താകുമായിരുന്നു, അവരെ അഡ്രസ്സ് ചെയ്തിട്ടാണ് കമ്പനി നേരിട്ട് ചെയ്തിരിക്കുന്നതാണെന്നൊക്കെയുള്ളൊരു ഫീലിംഗ് വരുന്നത്, ഒരു ബ്രാൻഡ് ലോയൽറ്റി ഒക്കെ ഉണ്ടാകുമായിരുന്നു. അങ്ങനെയൊക്കെയാണ് നേരത്തെ ചെയ്തുകൊണ്ട് ക്ലിയർ. പക്ഷേ ഇപ്പോൾ ഡിജിറ്റൽ ടെക്നോളജിയൊക്കെ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊന്നും വലിയ പ്രാധാന്യം ഇല്ലാതായിട്ട് മാറിക്കുന്നു. ക്ലിയർ. അതിനേക്കാളും എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ള ഒരു പേഴ്സണലൈസേഷൻ ഇൻ കണ്ടൻറ് ക്ലിയർ നമുക്കിപ്പോൾ കൊണ്ടുവരാൻ. കാരണം അതിലുള്ള വേർഡിങ് എങ്ങനെയായിരിക്കണം, അതിലുള്ള ലെറ്റേഴ്സ് എന്തായിരിക്കണം, അതിൻ്റെ സെൻറ്റൻസ് എങ്ങനെയായിരിക്കണം, ക്ലിയർ, അതിൻ്റെ കണ്ടൻറ് ടെക്സ്ചർ ക്ലിയർ, ഇതെല്ലാം നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നു, വ്യക്തികൾക്ക് അനുസരിച്ചിട്ടാണ്. ക്ലിയർ. ഇപ്പോൾ ഒരാൾ വളരെ പെട്ടെന്ന് സ്കിപ്പ് ചെയ്ത് പോകുന്ന ഒരാളാണോ ഒന്ന് അങ്ങനെയാണെങ്കിൽ അതിനനുസരിച്ചുള്ള ക്യാച്ചി ആയിട്ടുള്ളൊരു വേർഡിങ്സോ ഫ്രേസസോ ഉപയോഗിച്ചിട്ടായിരിക്കും അവർക്ക് അപ്ലോഡ് ചെയ്യുക. ക്ലിയർ. ഒരാളെ എക്സ്റ്റെൻറ്റീവായിട്ട് നോക്കുന്ന ഒരാളാണെങ്കിൽ അതിനനുസരിച്ചുള്ള ഇൻഫർമേഷൻ ആയിരിക്കും കൊടുക്കുക. ക്ലിയർ. അല്ല ഒരാൾക്ക് വീഡിയോ അല്ലെങ്കിൽ പിക്ചേഴ്സിലൂടെയാണ് കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാവുമെങ്കിൽ അതിനനുസരിച്ച്. അപ്പോൾ ഓരോ ആളുകളുടെയും നേച്ചറും ടൈപ്പും അനുസരിച്ച് പേഴ്സണലൈസേഷൻ കൊണ്ടുവരാൻ, കണ്ടന്റ് പേഴ്സണലൈസേഷൻ കൊണ്ടുവരാൻ കമ്പനികൾ ഇപ്പോൾ ശ്രമിക്കുന്നു. ക്ലിയർ. സോ ദാറ്റ് ഈസ് വൈ കണ്ടന്റ് പേഴ്സണലൈസേഷൻ ഈസ് വൺ ഓഫ് ദി ട്രെൻഡ്സ്. ക്ലിയർ. So personalization or customizing content for an audience relies on visitors' data in order to deliver relevant content. So it consists of showing dynamic pages based on specific criteria such as geographic, demographic, അതുപോലെ തന്നെ ബിഹേവിയറൽ ആട്രിബ്യൂട്ട് അല്ലെ, ഓരോ ആളുകളും ഏത് സ്ഥലത്തു നിന്നാണ് വരുന്നത്, അവരുടെ ഡെമോഗ്രാഫിക്കൽ ഫാക്ടേഴ്സ് ആണ്, എഡ്യൂക്കേറ്റഡ് ആണോ അൺഎഡ്യൂക്കേറ്റഡ് ആണോ, ക്ലിയർ, ലിറ്ററേറ്റ് ആണോ അല്ലെങ്കിൽ ഇല്ലിറ്ററേറ്റ് ആണോ, ഓക്കെ. അതുപോലെ തന്നെ അങ്ങനെ ഓരോ ഫാക്ടേഴ്സിനെ അനുസരിച്ചുകൊണ്ട് അതിന് അനുയോജ്യമായിട്ടുള്ള രീതിയിലായിരിക്കും വെബ്സൈറ്റുകൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവുക. ക്ലിയർ. മൈക്രോ സൈറ്റ്സ് ഒക്കെ ഉണ്ടാവുക അല്ലെങ്കിൽ ബ്ലോഗുകൾ ഉണ്ടാവുക. അതിനനുസരിച്ച് അവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ ജോഗ്രഫി, ഒരു പ്രദേശത്തുള്ള ആൾക്കാരെ അവരുടെ കൾച്ചറോ ടേസ്റ്റിനോ അനുസരിച്ചായിരിക്കും ആ സ്ഥലത്തുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജി, വെബ് പേജുകൾ, അതിൻ്റെ ഡിസ്പ്ലേ, അതിൻ്റെ കണ്ടൻറ്റ് ക്ലിയർ. വേറെ സ്ഥലത്ത് വരുമ്പോൾ വേറെ രീതിയിലായിരിക്കും വരിക. ക്ലിയർ. ലാംഗ്വേജ് ക്ലിയർ. ഇതെല്ലാ രീതിയിലും പേഴ്സണലൈസേഷൻ കൊണ്ടുവരണം. അപ്പോൾ ഇതിനാണ് നമ്മൾ കണ്ടൻറ് പേഴ്സണലൈസേഷൻ. ക്ലിയർ. അപ്പോൾ ഇതൊക്കെ ചില പ്രധാനപ്പെട്ട റീസെൻറ്റ് ട്രെൻഡ്സ് ആയിട്ട് നമുക്ക് പറയാം. ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ഇപ്പോൾ കാണപ്പെടുന്ന റീസെൻറ്റ് ട്രെൻഡായിട്ട് പറയാം. ഓക്കെ. സോ ടൈപ്സ് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, പ്രധാനമായിട്ടും വരുന്ന ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടൈപ്പ് എന്താണ്? ഓക്കെ. നമ്പർ 1 ഈസ് കണ്ടൻറ് മാർക്കറ്റിംഗ്. ക്ലിയർ. എന്താണ് കണ്ടൻറ് മാർക്കറ്റിംഗ്? സോ കണ്ടൻറ് മാർക്കറ്റിംഗ് ഈസ് എ ടൈപ്പ് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ദാറ്റ് ഫോക്കസസ് ഓൺ ക്രിയേറ്റിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടിംഗ് കണ്ടൻറ് ഫോർ എ ടാർഗറ്റ് ഓഡിയൻസ്. അല്ലേ, നമ്മൾ നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ് ആരാണ്? സ്റ്റുഡൻസ് ആണോ അല്ലെ, മെയിലാണോ ഫീമെയിലാണോ, ജെൻഡർ ഏതാണ്, ഏജ് ഗ്രൂപ്പ് എന്താണ്, ക്ലിയർ. അങ്ങനെ ഓരോന്നും നോക്കി ടാർഗറ്റ് ഓഡിയൻസിന് അനുസരിച്ചുകൊണ്ട് ക്ലിയർ നമ്മൾ എന്ത് ചെയ്യുന്നു? സോ
it focuses on creating and distributing അപ്പോൾ നമ്മുടെ കണ്ടന്റ്, മാർക്കറ്റിംഗ് കണ്ടന്റ് ക്ലിയർ, അല്ലെങ്കിൽ പ്രൊമോഷണൽ കണ്ടന്റ്, അഡ്വർടൈസ്മെന്റ് കണ്ടന്റ്, അതിൻ്റെ തീം ക്ലിയർ, അതെല്ലാം എന്തിനനുസരിച്ച് മാറുന്നു? ഓഡിയൻസിനനുസരിച്ച് മാറുന്നു. ക്ലിയർ, അതിനനുസരിച്ച് അതിനെ മാറ്റിയെടുക്കും. അത്തരത്തിൽ വരുമ്പോൾ അതിനെ കണ്ടന്റ് മാർക്കറ്റിംഗ്. സോ കണ്ടന്റ് എയിംസ് അറ്റ് ബീയിങ് വാല്യുബിൾ, റിലവൻറ്റ് ആൻഡ് കൺസിസ്റ്റൻറ്റ്. ക്ലിയർ, അപ്പോൾ ഒരു കണ്ടന്റ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ, ഒരു അഡ്വർടൈസ്മെൻറ്റോ തീമോ അല്ലെങ്കിൽ ഒരു വീഡിയോ അല്ലെങ്കിൽ അതൊക്കെ കാണുന്ന സമയത്ത് അല്ലേ, നമുക്കത് റിലവൻ്റ് ആണെന്ന് തോന്നിക്കെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, അത് നോക്കുള്ളൂ അല്ലേ. ഇപ്പോൾ സ്മാർട്ട് ഫോണിനെ കുറിച്ച്, ലേറ്റസ്റ്റ് സ്മാർട്ട് ഫോണിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ ലേറ്റസ്റ്റ് ബൈക്കിനെ കുറിച്ചുള്ളൊരു പരസ്യമാണെന്ന് വിചാരിക്കുക, ഒരു വീഡിയോ ആണെന്ന് വിചാരിക്കുക, അത് പോപ്പപ്പ് ചെയ്ത് വരുന്നു അല്ലേ. എൽഡർലി അല്ല, ഓൾഡ് പീപ്പിൾ അല്ലെങ്കിൽ സീനിയർ സിറ്റിസൺസിൻ്റെ ഇടയിലേക്കുള്ള ഒരാളിലേക്ക് ഇത് ആണ് വരുന്നതെങ്കിൽ അവരത് വ്യൂ ചെയ്യില്ല, അവരെന്ത് ചെയ്യും, സ്കിപ്പ് ചെയ്ത് പോകും അല്ലെങ്കിൽ അതിന് ക്ലോസ് ചെയ്ത് പോകും അല്ലേ. ക്ലോസ് ബട്ടണിനെ ക്ലോസ് ചെയ്യും. ക്ലിയർ. പക്ഷേ ഒരു യങ് ജനറേഷനിൽ വരുന്ന ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആൾക്കാണ്, അല്ലെങ്കിൽ സ്റ്റുഡൻറ്റ്, ഇപ്പോൾ യങ് ആയിട്ടുള്ള നിങ്ങളെപ്പോലുള്ള കുറച്ച് യങ് ആയിട്ടുള്ള ഒരു ആൾക്കാരുടെ ഇടയിലേക്കാണ് ഇത് പുഷ് ചെയ്യുന്നത് വിചാരിക്കുക. അവരെന്ത് ചെയ്യും, എന്തായാലും ഒരു പുതിയ ഫീച്ചറുള്ളൊരു ബൈക്കാണ് എന്ത് ചെയ്ത് ക്ലിക്ക് ചെയ്യും അല്ലേ, അത് വ്യൂ ചെയ്യും, എന്താണ് അതിൻ്റെ ഫീച്ചർ നോക്കാൻ വേണ്ടിയിട്ടെങ്കിലും, വാങ്ങിക്കുന്നില്ലെങ്കിൽ പോലും നോക്കാൻ വേണ്ടി. ക്ലിയർ. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, നമ്മൾ കൊടുക്കുന്ന കണ്ടന്റ് എങ്ങനെയാക്കി മാറുന്നു, അത് വാല്യുബിൾ ആണെന്നുള്ള രീതിയിൽ, റിലവൻസ് ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിൽ, കൺസിസ്റ്റൻസി ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിൽ എന്ത് ചെയ്യുന്നു, നമ്മൾ ഡിസൈൻ ചെയ്തെടുക്കുന്നു. ക്ലിയർ, പേഴ്സണലൈസ് ചെയ്തെടുക്കുന്നു, കസ്റ്റമൈസ് ചെയ്തെടുക്കുന്നു. സോ ഇറ്റ് അൾട്ടിമേറ്റ് ഗോൾ ഈസ് ടു ഡ്രൈവ് പ്രോഫിറ്റബിൾ കസ്റ്റമേഴ്സ് ആക്ഷൻ. ക്ലിയർ, എന്താണ് ഇതിൻ്റെയൊക്കെ ഉദ്ദേശം? അതാത് കസ്റ്റമേഴ്സിന് യൂസ് ചെയ്ത തരത്തിൽ അല്ലെങ്കിൽ അവർക്ക് റിലവൻ്റ് ആണെന്ന് തോന്നുന്ന തരത്തിൽ ഇത് കൊണ്ടുവന്ന് അവരുടെ ആക്ഷനിലേക്ക്, പർച്ചേസിങ്ങിലേക്ക്, ബയ്യിങ്ങിലേക്ക് കൊണ്ടുവരിക. ക്ലിയർ, അപ്പം അതിൻ്റെ ഒരു എയിമോട് കൂടിയാണ് ഇത് ചെയ്യുന്നത്. So, it means that content marketing is a long-term strategy that focuses on building a strong relationship with your targets. Clear? Target here means target audience, that is customers. Clear? But target market ആണ് ഇവിടെ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യപ്പെടുന്നത്. So by giving them high quality content that is very relevant to them, clear, or consistent. Clear? അപ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ട്, കൺസിസ്റ്റൻറ്റ് ബേസിസിൽ. ക്ലിയർ. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിൽ സ്മാർട്ട് ഫോണൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണ് അല്ലേ. സോ കണ്ടന്റ് മാർക്കറ്റിംഗ് ഒരു പ്രധാനപ്പെട്ട ടെക്നോളജി ആയിട്ട് നമ്മളിപ്പോൾ ഉപയോഗിച്ചത്. ക്ലിയർ. അപ്പോൾ ഏത് ഫോം ഓഫ് മാർക്കറ്റിംഗ് ആണ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ്. ക്ലിയർ. ഇമെയിൽ മാർക്കറ്റിംഗ് ആയിക്കോട്ടെ, സ്മാർട്ട് ഫോൺ മൊബൈൽ മാർക്കറ്റിംഗ് ആയിക്കോട്ടെ. ക്ലിയർ. അതുപോലെ തന്നെ മറ്റുള്ള തരത്തിലുള്ള സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ആയിക്കോട്ടെ, ഇവിടെ എല്ലാം നമ്മൾ എന്ത് ചെയ്യണം, അതാത് ടാർഗറ്റ് ഓഡിയൻസിന് ആവശ്യമായിട്ടുള്ള രീതിയിൽ കണ്ടന്റ് കൊണ്ടുവരണം. ക്ലിയർ. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഇതാണ് ഇവിടെ നമ്മൾ കണ്ടന്റ് മാർക്കറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ. സോ രണ്ടാമത്തെ ഒരു ടൈപ്പ് എന്ന് പറയുന്നത് സെർച്ച് എഞ്ചിൻ ഓപ്റ്റിമൈസേഷൻ, SEO. ക്ലിയർ. SEO എന്നാണ്. ക്ലിയർ. എന്താണ് SEO, സെർച്ച് എഞ്ചിൻ ഓപ്റ്റിമൈസേഷൻ? നമുക്കറിയാം, ഒരു സെർച്ച് ചെയ്യുന്ന സമയത്ത് അല്ലേ, ഒരു ബ്രൗസർ എടുത്ത് അല്ലെങ്കിൽ സെർച്ച് എഞ്ചിനിൽ നമ്മളൊരു വാക്ക് ടൈപ്പ് ചെയ്യുമ്പോൾ നമ്മൾ എന്തോ അറിയാൻ വേണ്ടിയിട്ടാണ് ടൈപ്പ് ചെയ്യുന്നത്, അതിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ്, അത് റിലേറ്റഡ് ആയിട്ടുള്ള വെബ് പേജസ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ടൈപ്പ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അത്തരത്തിൽ ടൈപ്പ് ചെയ്തിട്ട് നമ്മൾ എൻ്റർ അടിക്കുന്ന സമയത്ത് നമുക്ക് ആ പേജ് കിട്ടണമെങ്കിൽ, നമ്മൾ ഉദ്ദേശിക്കുന്ന പേജ് കിട്ടണമെങ്കിൽ അല്ലേ, നമ്മൾ എന്തോ ഒന്ന് ഉദ്ദേശിക്കുന്നോ അതിനെ സംബന്ധിക്കുന്ന വിവരങ്ങളെല്ലാം പേജുകൾ ഡിസ്പ്ലേ ചെയ്യും. ചിലപ്പോൾ പേജുകളൊക്കെ വന്നിട്ടുണ്ട്, പക്ഷേ നമ്മൾ ആദ്യം കാണുന്ന പേജുകളൊന്നും ഉണ്ടാവില്ല അല്ലേ. കുറേ പേജുകൾ താഴെ കൊടുത്തിട്ടുണ്ടാവും, അതിൻ്റെയൊക്കെ ലിങ്കും കൊടുത്തിട്ടുണ്ടാവും. ക്ലിയർ. നമ്മൾ ഒന്നാമത്തെ പേജ്, രണ്ടാമത്തെ പേജ്, മൂന്നാമത്തെ പേജൊക്കെ കഴിയുമ്പോഴേക്കും നമ്മൾ ഉദ്ദേശിക്കുന്നവർ ചിലപ്പോൾ കിട്ടുക. ക്ലിയർ അല്ലേ. അപ്പോൾ ഇതിനെ നമ്മൾ മാറ്റിയെടുക്കുന്നതിന് വേണ്ടി നമ്മൾ കൊണ്ടുവന്നുള്ളൊരു ടെക്നിക്കാണ് സെർച്ച് എഞ്ചിൻ ഓപ്റ്റിമൈസേഷൻ. സെർച്ച് എഞ്ചിൻ ഓപ്റ്റിമൈസേഷൻ എന്തിനു വേണ്ടി ട്രൈ ചെയ്യുന്നു? ഓരോ കമ്പനിയും അവരുടെ പ്രോഡക്റ്റുമായി ബന്ധപ്പെട്ടുള്ള കീവേഡുകൾ, ക്ലിയർ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കീവേഡ്സ് ഐഡൻറ്റിഫൈ ചെയ്യും. ക്ലിയർ. ആ കീവേഡുകളെ ക്ലിയർ ടാഗ് ചെയ്തിട്ട് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. അങ്ങനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? എപ്പോഴാണോ നമ്മൾ ഈ കീവേഡ് ടൈപ്പ് ചെയ്യുന്നത്, ആ കീവേഡ് പെട്ടെന്ന് ഏത് പ്രോഡക്റ്റുമായി ബന്ധപ്പെട്ടാണെന്ന് സെർച്ച് എഞ്ചിന് മനസ്സിലാക്കാനും ആ പേജിനെ ആദ്യം ഡിസ്പ്ലേ ചെയ്യാനും പറ്റും. ക്ലിയർ. ഇങ്ങനെ കൂടുതൽ ആൾക്കാർ അങ്ങനെ ചെയ്യുന്ന സമയത്ത് അതെന്താവും, ഏറ്റവും ഫസ്റ്റായിട്ട് എപ്പോഴും ഡിസ്പ്ലേ ചെയ്യപ്പെടും. ക്ലിയർ. ഇങ്ങനെ ഏറ്റവും ആദ്യം കാണുന്ന ലിങ്കിലാണ് നമ്മൾ ആദ്യം ക്ലിക്ക് ചെയ്യുക. അതില്ലെങ്കിലേ നമ്മൾ എന്ത് ചെയ്യും, അടുത്തേക്ക് പോകുള്ളൂ, അതില്ലെങ്കിലേ അടുത്തേക്ക് പോകുള്ളൂ. ക്ലിയർ. അപ്പോൾ മാർക്കറ്റിങ്ങിനെ സംബന്ധിച്ചുള്ള കമ്പനികൾക്ക് അറിയാൻ പറ്റും അല്ലേ, ആദ്യം ക്ലിക്ക് ചെയ്യുന്ന കമ്പനിയിൽ തന്നെ ആളുകൾ വാങ്ങിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് അവസാനം വരുന്ന കമ്പനികളൊന്നും കിട്ടില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, കമ്പനികൾ സെർച്ച് എഞ്ചിൻ ഓപ്റ്റിമൈസേഷൻ എന്ന് പറഞ്ഞ ടെക്നോളജി അല്ലെങ്കിൽ ടെക്നിക്സ് ഉപയോഗിച്ചുകൊണ്ട് ക്ലിയർ വെബ്സൈറ്റ് ക്രിയേഷൻ അല്ലെങ്കിൽ വെബ് ഡെവലപ്മെൻറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വെബ് ഹോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ക്ലിയർ അതിലേക്ക് ടാഗ് ചെയ്യുന്നതിന് വേണ്ടി കീവേഡുകൾ ഐഡൻറ്റിഫൈ ചെയ്ത് ക്ലിയർ കൺസ്യൂമേഴ്സ് സെർച്ച് ചെയ്യാൻ സാധ്യതയുള്ള കീവേഡ് എന്തൊക്കെയാണ്,
എന്തുപയോഗിച്ചിട്ടാണ് നമ്മുടെ പ്രോഡക്റ്റോ സർവീസോ സെർച്ച് ചെയ്യുക. അങ്ങനെ വരാവുന്ന കീവേഡുകൾ എന്ത് ചെയ്യുന്നു, അതിൽ ഉൾപ്പെടുത്തുന്നു. അങ്ങനെ ഉൾപ്പെടുത്തുമ്പോഴുള്ള ഗുണം എന്താ, അത്തരത്തിലുള്ള കീവേഡ് ടൈപ്പ് ചെയ്യുന്ന ഉടനെ തന്നെ ഈ കമ്പനിയുടെ സൈറ്റ് അല്ലെങ്കിൽ ലിങ്ക്, വെബ് പേജ് ലിസ്റ്റ് ചെയ്യും അല്ലേ. ഇങ്ങനെ ചെയ്യുന്ന പ്രോസസ്സിന് വേണ്ടി പറയുന്ന പേരാണ് സെർച്ച് എൻജിൻ ഓപ്റ്റിമൈസേഷൻ. ഇപ്പോൾ സെർച്ച് എൻജിൻ്റെ റിസൾട്ടിനെ അല്ലെങ്കിൽ വെബ് പേജ് സപ്ലൈ ചെയ്യുന്ന അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്യപ്പെടുന്ന അതിൻ്റെ റിസൾട്ടിനെ എന്ത് ചെയ്യുക, ഓപ്റ്റിമൈസ് ചെയ്യുക, കമ്പനിയുടെ അഡ്വാൻറ്റേജിലേക്ക് മാറ്റുക. ക്ലിയർ. അപ്പോൾ അത്തരത്തിൽ വരുന്നൊരു ടെക്നിക്കാണ് SEO. സോ is one of the most important type of digital marketing. It is the process of getting traffic from free, organic and editorial or natural search results on a search engine. Clear. So by optimizing the content for search engines, business can increase a steady stream of relevant traffic and that will only ഗ്രോ ഓവർ ടൈം. ക്ലിയർ. അപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും ഡിസ്പ്ലേ ചെയ്യുന്നതിന് പകരം റിലവൻ്റ് ആയിട്ട് ഒരാൾ അല്ലെ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് റിലവൻ്റ് ആയിട്ടുള്ള പേജ് എന്ന നിലയിൽ ഇത് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ട്രാഫിക്കിനെ എന്ത് ചെയ്യാൻ പറ്റും, മാനേജ് ചെയ്യാം. ക്ലിയർ. ഇപ്പോൾ ആയിരക്കണക്കിന് ആൾക്കാർ ഒരേ കാര്യം സെർച്ച് ചെയ്യുമ്പോഴൊക്കെ നമ്മുടെ സൈറ്റ് നമ്മൾ കൊടുക്കാമെന്ന് വിചാരിക്കും. അവരൊക്കെ അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ജെന്യൂൻ ആയിട്ടുള്ളൊരു കസ്റ്റമർ ചിലപ്പോൾ ട്രൈ ചെയ്തിട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വെബ്സൈറ്റ് കിട്ടാതെയും വരും. ക്ലിയർ. അത് ഒഴിവാക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നു, ഈ കീവേഡ് ഐഡൻറ്റിഫൈഡ് ആയിട്ട് അല്ലെങ്കിൽ കീവേഡ് സ്പെസിഫിക് ആയിട്ട് അതിലേക്ക് മാത്രം ടാഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത്തരത്തിലുള്ള വേർഡ് വരുമ്പോൾ മാത്രമേ നമ്മുടെ സൈറ്റ് പ്രൊജക്റ്റ് ചെയ്യുള്ളൂ. ക്ലിയർ. അപ്പോൾ നമുക്ക് ട്രാഫിക്കിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ ഏറ്റവും ഫസ്റ്റായിട്ട് ഇതിനെ ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും. ക്ലിയർ. ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് റീച്ച്, ക്ലിയർ, അതുപോലെ വിസിബിലിറ്റി, റീച്ച്, ക്ലിയർ, ഇതെല്ലാം കൂട്ടാൻ പറ്റും. ക്ലിയർ. ഹിറ്റ് റേറ്റ് എന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ അത്തരത്തിൽ നമ്മുടെ വെബ്സൈറ്റിന് കൂടുതൽ ഹിറ്റ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ക്ലിയർ. അത് കൂടുതൽ വിസിറ്റേഴ്സ് അതിലേക്ക് വരുന്നത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഓക്കെ. അപ്പം ഇങ്ങനെ വരുന്ന കൂടുതൽ വിസിറ്റേഴ്സ് കൂടുന്നവരാണ് നമ്മുടെ പർച്ചേസ്, ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ പർച്ചേസ് കൂടുക അല്ലേ. അപ്പോൾ അതിനു വേണ്ടി ചെയ്തെടുക്കുന്ന ഒരു മെഷറാണ് സെർച്ച് എൻജിൻ ഓപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. സോ വെബ് ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒരു ടെക്നിക്കാണ്. അതിപ്പോൾ വ്യാപകമായിട്ട് കമ്പനികൾ ഉപയോഗിക്കുന്നു. ക്ലിയർ. വെബ്സൈറ്റ് ആയിക്കോട്ടെ, ബ്ലോഗുകളായിക്കോട്ടെ, ക്ലിയർ, അതിൻ്റെ ടൈറ്റിലിൻ്റെ ക്രിയേഷൻ ആയിക്കോട്ടെ, ഡിസ്ക്രിപ്ഷൻസ് ആയിക്കോട്ടെ, ക്ലിയർ, ഇതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, ഇതിലേക്ക് ആഡ് ചെയ്യപ്പെട്ടിട്ട് അതിനെ ഓപ്റ്റിമൈസ് ചെയ്ത് ഡിസ്പ്ലേ ചെയ്യിക്കുന്ന തരത്തിലേക്ക് കൊണ്ടുവരിക. ക്ലിയർ. നെക്സ്റ്റ് വൺ ഈസ് സെർച്ച് എൻജിൻ മാർക്കറ്റിംഗ്, SEM. ക്ലിയർ. വേറൊരു ടൈപ്പ് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടെക്നിക്. ക്ലിയർ. എന്താണ് SEM കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നേരത്തെ SEO ആണ് അല്ലേ, സെർച്ച് എൻജിൻ ഓപ്റ്റിമൈസേഷൻ. സെർച്ച് എൻജിനെ ഓപ്റ്റിമൈസ് ചെയ്യാണ് അവിടെ ചെയ്യുന്നത്. ക്ലിയർ. ഇവിടെ എന്ത് ചെയ്യുന്നു, സെർച്ച് എൻജിൻ മാർക്കറ്റിംഗ് ആയിട്ട് നമ്മൾ ചെയ്യുന്നു. ക്ലിയർ. സോ ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഗെയിനിങ് വെബ്സൈറ്റ് ട്രാഫിക് ബൈ പർച്ചേസിങ് ആഡ്സ് ഓൺ സെർച്ച് എൻജിൻ. ക്ലിയർ. Then it refers to a form of digital marketing that aims at increasing the visibility of a website in search engines by using paid. ക്ലിയർ. അപ്പോൾ സെർച്ച് എൻജിൻ മാർക്കറ്റിംഗിൽ എന്ത് ചെയ്യുന്നു, സെർച്ച് എൻജിൻ പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനികൾക്ക്, ക്ലിയർ, അവിടെ സ്പേസിന്, ടൈമിന് നമ്മൾ എന്ത് ചെയ്യുന്നു, പൈസ കൊടുത്തിട്ട് വാങ്ങിക്കുന്നു. ക്ലിയർ. ഇത്ര സമയം വരെ അല്ലെങ്കിൽ ഇത്ര പീരീഡ് വരെ ഇന്ന കാര്യങ്ങൾക്ക്, ക്ലിയർ, ഉപയോഗിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ സെർച്ച് എൻജിൻ നമ്മൾ ഉപയോഗിക്കാൻ ടൈപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന സമയത്ത് തന്നെ അത്തരത്തിലുള്ള പ്രോഡക്റ്റ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യപ്പെടും. ക്ലിയർ. അപ്പോൾ സെർച്ച് എൻജിനെ നമ്മൾ എന്ത് മാർക്കറ്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. ഓക്കെ. സോ ഇതൊരു പെയ്ഡ് ഫോം ഓഫ് ടെക്നിക്കാണ്. അപ്പോൾ അതിലൂടെ എന്ത് ചെയ്യണം, നമ്മൾ സെർച്ച് എൻജിൻ ഏത് കമ്പനിയുടെയാണോ, ഫോർ എക്സാമ്പിൾ ഗൂഗിൾ സെർച്ച് ആണെങ്കിൽ അപ്പോൾ ഗൂഗിളിൽ നമ്മൾ എന്ത് കൊടുക്കേണ്ടി വരും, പൈസ കൊടുക്കേണ്ടി വരും. ക്ലിയർ. അപ്പോൾ എന്ത് ചെയ്യും, ഗൂഗിൾ എന്ത് ചെയ്യും, ഈ പൈസ കൊടുത്തിരിക്കുന്ന കമ്പനിയുടെ ആഡ് ആയിരിക്കും ഫസ്റ്റായിട്ട് എന്ത് ചെയ്യുന്നത്, മാർക്കറ്റിങ്ങിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യുക. ക്ലിയർ. അപ്പോൾ ആ രീതിയിൽ. ഓക്കെ. അതുപോലെ തന്നെ നമ്മളൊരു ടൈപ്പ് ചെയ്യുന്ന സമയത്ത് തന്നെ അത് ഡിസ്പ്ലേ ചെയ്യിക്കും. അങ്ങനെ വരാവുന്ന ടെക്നിക്സാണ് സെർച്ച് എൻജിൻ മാർക്കറ്റിംഗ്. ഓക്കെ. So with increasing number of consumers reaching, researching and shopping for the product online, ഇപ്പം മിക്കവാറും ആൾക്കാരും സെർച്ച് ചെയ്തിട്ടും ഓൺലൈനിലൂടെയായിട്ടും ഇ-കോമേഴ്സ് വഴി മോഡിലൂടെയൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പർച്ചേസ് മറ്റുള്ള കാര്യങ്ങൾ നടക്കുന്നത്. ക്ലിയർ. സോ സെർച്ച് എൻജിൻ മാർക്കറ്റിംഗ് ഹാസ് ബിക്കം എ ക്രൂഷ്യൽ ഓൺലൈൻ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഫോർ ഇൻക്രീസിങ് കമ്പനീസ് റീച്ച്. ക്ലിയർ. കമ്പനിയുടെ റീച്ച് ആയിക്കോട്ടെ, വിസിബിലിറ്റി ആയിക്കോട്ടെ, ക്ലിയർ, അതുപോലെ കസ്റ്റമർ ക്രിയേഷൻ ആയിക്കോട്ടെ, കസ്റ്റമർ മെയിൻ്റനൻസ് ആയിക്കോട്ടെ, ഇതിലൊക്കെ വളരെയധികം പ്രാധാന്യം എന്തിനു വഹിക്കുന്നുണ്ട്, സെർച്ച് എൻജിൻ മാർക്കറ്റിംഗ്. കാരണം കൂടുതൽ ആളുകൾ ഇപ്പം എന്ത് ചെയ്യുന്നു, ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലേക്ക് സെർച്ചിങ്ങിന് വേണ്ടിയിട്ടായിക്കോട്ടെ, പ്രോഡക്റ്റ് പർച്ചേസിന് വേണ്ടിയിട്ടായിക്കോട്ടെ, ഇൻഫർമേഷന് വേണ്ടിയിട്ടായിക്കോട്ടെ ഉപയോഗിക്കുന്നു. ക്ലിയർ. അപ്പോൾ ഇതിനെ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുക, സെർച്ച് എൻജിനെ ഒരു മാർക്കറ്റിംഗ്
പ്ലാറ്റ്ഫോമായിട്ട് ഉപയോഗിക്കാം. ഓക്കെ അല്ലേ? നമ്മൾ സാധാരണ ഒരു സിറ്റി സെൻറ്ററിൽ ഒരു കോർണറിൽ ഡിസ്പ്ലേ ബോർഡൊക്കെ വെച്ച് ചെയ്യുന്നത് പോലെ ഇവിടെ എന്ത് ചെയ്യുന്നു, സെർച്ച് എഞ്ചിനിൽ നമ്മൾ സ്പേസ് വാങ്ങിച്ചിട്ട് ക്ലിയർ അവർക്ക് പൈസ കൊടുത്തിട്ട് അത് മാർക്കറ്റ് ചെയ്യുക. അപ്പോൾ ആ രീതിയിലേക്ക് വരുമ്പോൾ തന്നെ സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ് എന്ന് പറയാം. ഓക്കെ, സോ ഗൂഗിൾ ആഡ്വേർഡ്സ് ഈസ് ദ മോസ്റ്റ് പോപ്പുലർ പെയ്ഡ് സെർച്ച് പ്ലാറ്റ്ഫോം യൂസ്ഡ് ബൈ സെർച്ച് മാർക്കറ്റേഴ്സ്. ക്ലിയർ, അപ്പോൾ ഇതിനു വേണ്ടിയുള്ള ഒരു പ്രധാനപ്പെട്ട പ്ലാറ്റ്ഫോമായിട്ടാണ് ഗൂഗിൾ ആഡ്വേർഡ്സ്. ക്ലിയർ, സോ ഫോളോഡ് ബൈ ബിങ് ആഡ്സ്. ക്ലിയർ, ബിങ് വേറെ സെർച്ച് എഞ്ചിനാണ്, അവർ ഉപയോഗിക്കുന്നതാണ് ബിങ് ആഡ്സ് എന്ന് പറയുന്നത്. ക്ലിയർ, ഇങ്ങനെ യാഹൂ. ക്ലിയർ, ഓക്കെ. So when we can recognize paid search results in Google by little sign AD, clear, at the beginning of the URL. അപ്പോൾ ജസ്റ്റ് നമ്മൾ AD ടൈപ്പ് ചെയ്തിട്ട് ക്ലിയർ URL ടൈപ്പ് ചെയ്യാൻ നമുക്ക് അറിയാൻ പറ്റും അല്ലേ? ചില സൈറ്റൊക്കെ വരുമ്പോൾ AD ഡോട്ട് അങ്ങനെയാണ് വരിക. എന്താ AD ഡോട്ട്? അത് അഡ്വർടൈസ്മെൻറ്റ് ക്ലിയർ ആണ് നമുക്ക് പറയാം. അപ്പം ക്ലിയർ, പെയ്ഡ് അഡ്വർടൈസ്മെൻറ്റ് സെർച്ച് എഞ്ചിൻ മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ക്ലിയർ, ചില സൈറ്റൊക്കെ ആദ്യം കാണിക്കും അല്ലേ? നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി നമ്മൾ കാണിക്കുന്നത് വിചാരിക്കും. ചിലപ്പോൾ കമ്പനിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിരിക്കില്ല ചിലപ്പോൾ കാണിക്കുന്നത്. പകരം എന്തായിരിക്കും AD ഡോട്ട് എന്ന് പറഞ്ഞിട്ട് കാണിക്കണം. ക്ലിയർ, അപ്പോൾ നമ്മളിപ്പോൾ സാംസങ്ങിൻ്റെ ഒരു മൊബൈൽ വാങ്ങിക്കണമെന്ന് വിചാരിക്കുക അല്ലേ? AD ഡോട്ട് സാംസങ് ഡോട്ട് അങ്ങനെയൊക്കെ ആയിരിക്കും ചിലപ്പോൾ കൊടുത്തിട്ടുണ്ടാവുക. എന്താ അത്? സാംസങ് എന്ന് പറയുന്ന കമ്പനി ഗൂഗിളുമായി ബന്ധപ്പെട്ടിട്ട് ആഡ്വേർഡ്സ് അല്ലെങ്കിൽ അവർ സെർച്ച് എഞ്ചിൻ മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായി സ്പേസ് അക്വയർ ചെയ്തിട്ടുണ്ട്. ക്ലിയർ, അപ്പോൾ അത് ആ അഡ്വർടൈസ്മെൻ്റ് ആയിരിക്കും ആദ്യം ഡിസ്പ്ലേ ചെയ്യുക. നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി റീഡയറക്റ്റ് ആകും. മാത്രമല്ല അവർക്ക് പൈസയും കിട്ടുന്നുണ്ട്. ക്ലിയർ, അപ്പോൾ അതുകൊണ്ട് ഒരു പ്രൊമോഷൻ മെഷറിൻ്റെ വേണ്ടി കമ്പനികൾ ചെയ്യുന്നൊരു ഏർപ്പാടാണ് ഇത്. ഓക്കെ, നെക്സ്റ്റ് നമ്പർ 4, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്. ക്ലിയർ, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ഒരു പ്രധാനപ്പെട്ട ടെക്നോളജി ആയിട്ട് അല്ലേ, പുതിയ ട്രെൻഡായിട്ട് ടൈപ്പായിട്ട് നമുക്ക് പറയാൻ പറ്റും. ക്ലിയർ, ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ ഉപയോഗം വളരെ കൂടുതലാണെന്ന് നമുക്കറിയാം അല്ലേ? എന്തൊക്കെയാണ് സോഷ്യൽ മീഡിയ എന്ന് നമുക്കറിയാം അല്ലേ? ഫേസ്ബുക്ക് ആയിക്കോട്ടെ, ക്ലിയർ, ട്വിറ്റർ ആയിക്കോട്ടെ, ഓക്കെ, അതുപോലെ യൂട്യൂബ് ചാനൽ ആയിക്കോട്ടെ, ക്ലിയർ, ഇങ്ങനെയുള്ള ഏത് തരത്തിലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം നോക്കിയാലും അതിലൊക്കെ എന്തുണ്ട്? അഡ്വർടൈസ്മെൻറ്റ്സ് ഉണ്ട്, കമ്പനിയുടെ അഡ്വർടൈസ്മെൻറ്റ്. അപ്പോൾ ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിനെ മാർക്കറ്റിങ്ങിന് വേണ്ടി, ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന് വേണ്ടി കമ്പനികൾ ഉപയോഗിക്കുമ്പോൾ, ക്ലിയർ, ഫേസ്ബുക്കിനോ യൂട്യൂബിനോ ഒക്കെ പൈസ കൊടുത്തുകൊണ്ട് ക്ലിയർ ഉപയോഗിക്കുമ്പോൾ അതിനെന്ത് പറയും? social media marketing. Okay, so social media marketing refers to the process of using social media platforms to attract traffic and attention of the users. Clear, users and attention അല്ലെങ്കിൽ അവരുടെ പർച്ചേസ് ഡിസിഷനിലേക്ക് അവർ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവർക്ക് ഇൻഫർമേഷൻ പാസ് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നു. സോ ടു ഇൻവോൾവ് പബ്ലിഷിംഗ് content on social media platforms, then listening to and engaging followers, analyzing results and running social media advertisement. Clear? അപ്പോൾ ഇതെല്ലാം ഇതിൻ്റെ ഭാഗമാണ് സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായി വരുന്നത്. ക്ലിയർ, അഡ്വർടൈസ്മെൻറ്റ്സ് അതിലേക്ക് പ്രോംപ്റ്റ് ചെയ്ത് റൺ ചെയ്യുക, അതുപോലെ തന്നെ യൂസേഴ്സിൻ്റെ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുക, ക്ലിയർ, നിലവിലുള്ള കസ്റ്റമേഴ്സിനെ എൻഗേജ് ചെയ്യുക, ഫോളോവേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി അവർക്ക് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുക, അതുപോലെ തന്നെ അഡ്വർടൈസ്മെൻറ്റ്സ് കൊടുക്കുക. ക്ലിയർ, ഇതെല്ലാം ഇതിൻ്റെ ഭാഗമായിട്ട് വരികയാണ്. അതെ, നിങ്ങൾ യൂട്യൂബിലെ വീഡിയോ ഒക്കെ കേൾക്കുന്ന സമയത്ത് നിങ്ങൾ ഒരുപക്ഷെ കാണാം അല്ലേ, ഒരു യൂട്യൂബ് കണ്ടൻറ്റ് ഒരു 10 മിനിറ്റ് നമ്മൾ യൂട്യൂബിലെ കണ്ടൻറ്റ് വരുന്ന സമയത്ത് അതിൻ്റെ ഇടയിൽ 1 മിനിറ്റ് 2 മിനിറ്റ് എന്ത് വരും, ആഡ് വരും. ക്ലിയർ, അപ്പോൾ ഇതെന്താണ്, ഈ രീതിയിൽ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് യൂട്യൂബുമായി അസോസിയേറ്റ് ചെയ്ത് നടത്തുന്ന മാർക്കറ്റിംഗാണ്. അപ്പോൾ ഈ രീതിയിൽ തന്നെയാണ് ഫേസ്ബുക്ക് നമ്മൾ എടുത്ത് നോക്കുന്ന സമയത്ത് അല്ലേ, ചിലപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആഡ് ഉണ്ടാവും, ആഡ് ഡിസ്പ്ലേ ചെയ്യപ്പെടും. അപ്പോൾ ഈ രീതിയിൽ ഇങ്ങനെ സോഷ്യൽ മീഡിയ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു, അഡ്വർടൈസ്മെൻറ്റ് കമ്പനിയുടെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നു. So while everybody can benefit on social media marketing as a type of digital marketing, B2C and SaaS companies tend to get the most out of it. Clear, സാധാരണ ഇതിൽ ബിസിനസ് ടു കസ്റ്റമേഴ്സ്, ക്ലിയർ, കസ്റ്റമേഴ്സുമായിട്ട് അല്ലെങ്കിൽ കൺസ്യൂമേഴ്സുമായിട്ട് ഡയറക്റ്റ് ക്ലിയർ റിലേറ്റ് ചെയ്ത് മാർക്കറ്റ് ചെയ്യുന്ന കമ്പനി. ക്ലിയർ, സെൽഫോൺ ആയിക്കോട്ടെ, ലാപ്ടോപ്പ് ആയിക്കോട്ടെ, മറ്റുള്ള പ്രോഡക്റ്റുകളായിക്കോട്ടെ, ക്ലിയർ, ഇങ്ങനെ കൺസ്യൂമേഴ്സുമായിട്ട് ഡയറക്റ്റായിട്ട് ഡീൽ ചെയ്യുന്ന കമ്പനികൾ. അതുപോലെ തന്നെ SaaS, സാസ് അല്ലേ, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. എന്താ സാസ് എന്ന് പറഞ്ഞാൽ സോഫ്റ്റ്വെയർ ആസ് എ സർവീസ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ക്ലിയർ, സോഫ്റ്റ്വെയർ ആസ് എ സർവീസ്. ക്ലിയർ, അപ്പോൾ കമ്പനി തന്നെ അല്ലെങ്കിൽ ഈ മാർക്കറ്റിംഗ് ഫേം തന്നെ എന്ത് ചെയ്തിട്ടുണ്ടാവും, സോ ദേ ആർ പ്രൊവൈഡിങ് ഇൻഫ്രാസ്ട്രക്ചർ, അതുപോലെ തന്നെ
പ്ലാറ്റ്ഫോം, ക്ലിയർ, സോഫ്റ്റ്വെയർ എല്ലാം അവർ തന്നെ ഉണ്ട്. ക്ലിയർ, സോഫ്റ്റ്വെയർ നമുക്ക് തരുന്നു, നമ്മൾ ഉപയോഗിക്കുക. ക്ലിയർ, അപ്പോൾ ആ രീതിയിൽ വരുന്ന സോഫ്റ്റ്വെയർ ആസ് എ സർവീസ് പോലുള്ള സർവീസുകൾ. ക്ലിയർ, ഓൺലൈനായിട്ടുള്ള ട്രെയിനിങ് അല്ലേ, ഡെവലപ്മെൻറ്റ്, കോച്ചിങ് ക്ലാസ്സുകൾ അല്ലേ, PSC കോച്ചിങ് അല്ലെങ്കിൽ കോമ്പറ്റേറ്റീവ് എക്സാം കോച്ചിങ് അല്ലെങ്കിൽ ബാങ്ക് കോച്ചിങ്. ക്ലിയർ, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും എന്തിലൂടെ ചെയ്യുന്നു? സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് വഴി പ്രധാനമായിട്ടും ചെയ്തെടുക്കുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ടൈപ്പ് ഈസ് പേ പെർ ക്ലിക്ക് അഡ്വർടൈസ്മെന്റ്, PPC എന്ന് പറയും. ക്ലിയർ, സോ വാട്ട് ഈസ് PPC? പേ പെർ ക്ലിക്ക്. ക്ലിയർ, സോ ഈസ് ദി model of advertising where marketers pay a fee for every time people click on the ad. Clear? ഇപ്പം നെറ്റ് എന്ന് പറയുന്ന ഒരു വലിയ ലോകമാണ് അല്ലേ. അതിലേക്ക് നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് കൊടുത്തു, ഇത് ആൾക്കാർ നോക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് ചിലപ്പോൾ പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും എല്ലാ കാര്യത്തിനും കമ്പനികൾക്കോ അല്ലെങ്കിൽ ഇതിൻ്റെ പ്ലാറ്റ്ഫോം പ്രൊവൈഡ് ചെയ്യുന്ന ആളുകൾക്കോ ക്ലിയർ പൈസ കൊടുക്കുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പേ പെർ ക്ലിക്ക്. ക്ലിയർ, എന്താ പേ പെർ ക്ലിക്ക്? ഓരോ ക്ലിക്കിനനുസരിച്ച് പൈസ, ഒരു ക്ലിക്കിന് ഇത്ര പൈസ അല്ലെങ്കിൽ ഇത്ര രൂപ, ആ രീതിയിൽ നമ്മൾ നിശ്ചയിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? ഇപ്പോൾ കമ്പനികൾക്കും അല്ലെങ്കിൽ ഇത് പ്രൊവൈഡ് ചെയ്യുന്ന പ്ലാറ്റ്ഫോം പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെ, വെബ് പ്രൊവൈഡ് ചെയ്യുന്ന അല്ലേ, യൂട്യൂബ് പോലുള്ള അല്ലെങ്കിൽ അതുപോലത്തുള്ള പ്ലാറ്റ്ഫോമുള്ള കമ്പനികൾക്ക്, ഗൂഗിളിനൊക്കെ എന്ത് കിട്ടും? ദേ കൻ ഏൺ സർട്ടൺ റവന്യൂ. നിങ്ങൾക്ക് അറിയാമല്ലേ, ഒരു പക്ഷേ ഗൂഗിളിന് വളരെയധികം സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നൊരു കമ്പനിയാണ് ഗൂഗിൾ അല്ലേ. അവർക്ക് പ്രധാനമായിട്ടുള്ള അവരുടെ റവന്യൂവിൻ്റെ 80% കൂടുതലും വരുന്നത് എവിടെ നിന്നാണ്? ഇത്തരത്തിലുള്ള അഡ്വർടൈസ്മെൻറ്റിൽ നിന്നാണ്. ക്ലിയർ, അവർക്ക് വേറെ ബിസിനസ് ഒന്നും ഇല്ലല്ലോ. ദേ ആർ നോട്ട് ഹാവിങ് മച്ച് ബിസിനസ് ടു ഡു. ക്ലിയർ, പിന്നെ എന്തുമാത്രം ചെയ്യുന്നത്? നിങ്ങളെ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നു, അതിന് പകരമായിട്ട് എന്ത് ചെയ്യുന്നു? അഡ്വർടൈസ്മെൻറ്റ്സ് മറ്റുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുന്നു. ഇത്തരത്തിൽ കമ്പനികളിൽ നിന്ന് കിട്ടുന്ന ആഡ് റവന്യൂസാണ് അവരുടെ പ്രധാനപ്പെട്ട വരുമാനം. ക്ലിയർ, അപ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അതനുസരിച്ച് എന്ത് ചെയ്യുന്നു? കൺസ്യൂമേഴ്സ് അല്ലെങ്കിൽ യൂസേഴ്സ് ക്ലിയർ ഒരു ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അവരുടെ അഡ്വർടൈസ്മെൻറ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അതിനനുസരിച്ച് അതിൻ്റെ തോതനുസരിച്ച് എന്ത് ചെയ്യുന്നു? കമ്പനിക്ക് എമൗണ്ട് കൊടുക്കുന്നു. ക്ലിയർ, ഇങ്ങനെ കൊടുക്കുന്ന ഒരു മെത്തേഡാണ് പേ പെർ ക്ലിക്ക്. ഓക്കെ, സോ PPC is one of the type of paid search. Clear, and it is similar to SEM, search engine marketing പോലെ തന്നെയാണ്, but can also include display advertising. Clear, that is cost per click based and affiliate advertising. Clear, the affiliate marketing. അപ്പോൾ വേറൊരു പ്രധാനപ്പെട്ട മാർക്കറ്റിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടൈപ്പാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. സോ വാട്ട് ഈസ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ്? അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ഈസ് വൺ ഓഫ് ദി പോപ്പുലർ വേ people make money online these days. Clear, so affiliate marketing is a type of digital marketing where persons partners up with other business in order to receive commission on for the traffic it generates for the business. Clear, so imagine this, you put a link on the external website on your own blog or website. Clear, അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പറ്റുന്നു? അവർക്ക് കമ്പനിയുടെ വെബ്സൈറ്റിലേക്ക് റീഡയറക്റ്റ് ചെയ്യുന്നു. ഇങ്ങനെ ക്ലിയർ, ഒരു കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന അഡ്വർടൈസ്മെൻറ്റ്സ് അല്ലെങ്കിൽ കമ്പനിയുടെ വെബ്സൈറ്റിലേക്കുള്ള ആക്സസ് സാധാരണഗതിയിൽ എന്ത് ചെയ്യില്ല, അവരുടെ സെർച്ച് എഞ്ചിൻ ഉപയോഗിച്ച് അവരുടെ സൈറ്റിലേക്ക് പോയിട്ട് പർച്ചേസ് ചെയ്യുന്നത് ഒരു നിശ്ചിത ശതമാനം ആൾക്കാരുണ്ടാവും. അതല്ലാതെ വേറെ ചില സൈറ്റുകളിലോ അല്ലെങ്കിൽ വേറെ ചില കാര്യങ്ങളിലോ ഒക്കെ ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സൈറ്റുകൾ, ബ്ലോഗുകളൊക്കെ ഉണ്ടാവും. ക്ലിയർ, ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ദേ ക്യാൻ ആക്ട് ആസ് എൻ അഫിലിയേറ്റ് ഓഫ് ദി ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫോർ. എന്നിട്ട് അവരെന്ത് ചെയ്യുന്നു? ദേ വിൽ പ്രൊവൈഡ് എ ലിങ്ക് ഫോർ സച്ച് കമ്പനീസ് പ്രോഡക്റ്റ്. ക്ലിയർ, നമ്മൾ അവരുടെ ബ്ലോഗോ അല്ലെങ്കിൽ അവരുടെ വെബ്സൈറ്റോ അല്ലെങ്കിൽ അവരുടെ കണ്ടന്റ് നോക്കുന്ന സമയത്ത് അതിലേക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താവും? ഇത് കമ്പനിയുടെ വെബ്സൈറ്റിലേക്കും കമ്പനിയുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പ്ലാറ്റ്ഫോമിലേക്കും പോകും. ക്ലിയർ, അങ്ങനെ പോകുന്നതിന് വേണ്ടി എന്ത് ചെയ്യുന്നു? ഈ അഫിലിയേറ്റ് ഫേമിന് അല്ലെ, ലിങ്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഫേമുകൾക്ക് അതിൻ്റെ യൂസേഴ്സിന് എന്ത് കൊടുക്കുന്നു? പൈസ കൊടുക്കുന്നു. ക്ലിയർ, അപ്പോൾ ഇത് ആളുകൾക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മാർഗ്ഗം കൂടിയാണ്. ക്ലിയർ, അതുകൊണ്ടാണ് കൂടുതൽ ആൾക്കാർ ചിലപ്പോൾ അവിടെയൊക്കെ ബ്ലോഗ് എടുത്ത് നോക്കി ആരെയും പേഴ്സണൽ വെബ്സൈറ്റൊക്കെ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. ക്ലിയർ, അതിൽ കുറേയധികം അഡ്വർടൈസ്മെൻറ്റ്സിൻ്റെ ലിങ്ക് ആയിരിക്കും ഉണ്ടാവുക. ക്ലിയർ, അപ്പോൾ നമ്മളത് ചിലപ്പോൾ ക്യാച്ചി ആയിട്ടുള്ള നമ്മളെ അട്രാക്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ എന്തെങ്കിലും വേർഡൊക്കെ ടാഗൊക്കെ ആയിരിക്കും ചിലപ്പോൾ അതിൻ്റെ വെബ്സൈറ്റിലേക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ടാവുക. നമ്മളെന്ത് ചെയ്യും? ആദ്യം വെബ്സൈറ്റിലേക്ക് പോകും, അപ്പം പിന്നെ ഇതൊക്കെ എന്തെങ്കിലും കാണുമ്പോൾ ഇതിൽ എന്തെങ്കിലും ക്ലിക്ക് ചെയ്യും. ക്ലിയർ, ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് റീഡയറക്റ്റ് ആയിട്ട് കമ്പനിയുടെ സൈറ്റിലേക്ക് പോകും. ക്ലിയർ, ഇങ്ങനെ ചെയ്യുന്ന ഒരു ഏർപ്പാട്. ക്ലിയർ, ഇത് പൈസ അവർക്ക് ഉണ്ടാവുകയും ചെയ്യും,
അതോടൊപ്പം തന്നെ കസ്റ്റമേഴ്സിനെ കമ്പനിയുടെ വെബ്സൈറ്റിലേക്കോ കമ്പനിയുടെ സർവീസിലേക്കോ റീഡയറക്റ്റ് ചെയ്യുന്നു. ക്ലിയർ? അപ്പോൾ ഇത്തരത്തിൽ വരുന്നതാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. സോ ദ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി might work especially well for bloggers, clear, since they can write different type of articles for the given topic. ചിലപ്പോൾ ഒരു ടോപ്പിക്കിനെ കുറിച്ച് അല്ലേ, ഒരു പ്രോഡക്റ്റിൻ്റെ അതുമായി ബന്ധപ്പെട്ട ടോപ്പിക്കോ ആർട്ടിക്കിളോ ഒക്കെ ആയിരിക്കും ചിലപ്പോൾ വരിക അല്ലേ. ഫോർ എക്സാമ്പിൾ ഒരു ഫുഡ് പ്രോഡക്റ്റിനെ കുറിച്ചായിരിക്കും ചിലപ്പോൾ ഒരു ആർട്ടിക്കിൾ ഉണ്ടാവുക, അതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സിനെ കുറിച്ചായിരിക്കും. നമ്മൾ അതിൽ അല്ലേ, ഇപ്പോൾ കോവിഡൊക്കെയാണ്, അപ്പോൾ ഈ ഹൗ ടു ബൂസ്റ്റ് അവർ ഇമ്മ്യൂണിറ്റി അല്ലേ, ഇമ്മ്യൂണിറ്റി ബൂസ്റ്റിംഗ് ഫുഡ് എലമെൻറ്റ്സ് അതൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ ഒരു ആർട്ടിക്കിൾ ഉണ്ടാവും. നമ്മളത് വായിച്ച് പോകുമ്പോൾ അവസാനം ഒരു ലിങ്ക് ഉണ്ടാവും അല്ലേ, ഫോർ മോർ ഡീറ്റെയിൽസ്. ക്ലിയർ? ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എന്താവും, കമ്പനിയുടെ വെബ്സൈറ്റിലേക്ക് പോകും, ഏതെങ്കിലും ഒരു ഫുഡ് പ്രോഡക്റ്റിൻ്റെയോ അല്ലെങ്കിൽ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ളൊരു ഫുഡ് പ്രോഡക്റ്റിൻ്റെ ആഡിലേക്കും അതിൻ്റെ പർച്ചേസിങ്ങിലേക്കും ലീഡ് ചെയ്യപ്പെടും. ഇങ്ങനെ ഈ രീതിയിലേക്ക് കൊണ്ടുവരുന്നതാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. ക്ലിയർ? സോ ഇമെയിൽ മാർക്കറ്റിംഗ് വേറൊരു പ്രധാനപ്പെട്ട കാര്യം. ക്ലിയർ? സോ ഇമെയിൽ മാർക്കറ്റിംഗ് ഈസ് വൺ ഓഫ് ദി ഓൾഡസ്റ്റ് ആൻഡ് മോസ്റ്റ് പോപ്പുലർ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടെക്നിക്. ക്ലിയർ? ഇപ്പോൾ സാധാരണ ആദ്യ കാലഘട്ടങ്ങളൊക്കെ ഇമെയിൽ മാർക്കറ്റിംഗ് ആണ് ഉണ്ടായിരുന്നത്. ക്ലിയർ? ഇപ്പോഴാണ് നമ്മൾ ഡിജിറ്റൽ ടെക്നോളജിക്ക് വളരെ ഇത് അല്ലേ പ്രചാരമൊക്കെ നേടിയപ്പോൾ നമ്മൾ ഇമെയിലിന് പകരം ഇപ്പോൾ സോഷ്യൽ മീഡിയ ആളുകൾ കൂടുതൽ ഉപയോഗിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിലേക്കും മൊബൈൽ മാർക്കറ്റിങ്ങിലൊക്കെ കൂടുതലായിട്ട് വരുന്നത്. ക്ലിയർ? സോ ടു പുട്ട് ഇറ്റ് ഷോർട്ട്ലി, ഇറ്റ് ഈസ് എ യൂസ് ഓഫ് ഇമെയിൽ ഫോർ പ്രൊമോട്ടിംഗ് വൺസ് ഓൺ പ്രോഡക്ട്സ് ആൻഡ് സർവീസസ്. ഇപ്പോൾ ഇമെയിൽ മാർക്കറ്റിങ്ങിൽ എന്ത് ചെയ്യുന്നു, കമ്പനിയുടെ പ്രോഡക്റ്റോ സർവീസോ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി ഇമെയിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇമെയിലിൽ കണ്ടന്റ് പ്രൊവൈഡ് ചെയ്യുന്നു. ക്ലിയർ? നിങ്ങൾക്ക് ചിലപ്പോൾ ഇമെയിൽ വരാറുണ്ട് അല്ലേ കമ്പനികളെ കുറിച്ച്, പ്രത്യേകിച്ച് ഫിനാൻഷ്യൽ ഫേമുകളൊക്കെ, ഇൻവെസ്റ്റ്മെൻറ്റ് ഫേം, ഫിനാൻഷ്യൽ ഫേം, മ്യൂച്വൽ ഫണ്ട് കമ്പനികൾ, ഇവരൊക്കെ എന്ത് ചെയ്യാറുണ്ട്, സോഷ്യൽ മീഡിയയിൽ കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ എന്ത് ചെയ്യും, ഇമെയിലായിട്ടായിരിക്കും സെൻഡ് ചെയ്യുക. ക്ലിയർ? കുറച്ചുകൂടെ അങ്ങനെയുള്ള യൂസേഴ്സ് ആയിരിക്കും ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ വരിക. അപ്പോൾ അതുകൊണ്ട് അവരെന്ത് ചെയ്യുക, അതിൻ്റെ ബെനിഫിറ്റ്സിനെ കുറിച്ചും മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചും ടാക്സ് അഡ്വാൻറ്റേജിനെ കുറിച്ചും ക്ലിയർ ഒക്കെ ഡിസ്ക്രൈബ് ചെയ്തുകൊണ്ട് ക്ലിയർ മൾട്ടിമീഡിയ ആയിട്ടുള്ള ചിലപ്പോൾ പ്രസൻറ്റേഷനും ഒക്കെ തയ്യാറാക്കിക്കൊണ്ട് ക്ലിയർ ഇമേജുകളൊക്കെ തയ്യാറാക്കിക്കൊണ്ട് എന്ത് ചെയ്യും, ലെറ്റേഴ്സും ഡ്രാഫ്റ്റും അല്ലേ ഇൻവിറ്റേഷൻ ലെറ്റർ പോലെയൊക്കെ ആക്കിയിട്ട് എന്ത് ചെയ്യും, അത് ഇമെയിലൂടെ അയക്കും. അപ്പോൾ ഈ ഇമെയിലിൽ കണ്ട് ചിലപ്പോൾ ആൾക്കാർ എന്ത് ചെയ്യും, അതിൽ ലിങ്ക് ഉണ്ടാവും. ക്ലിയർ? അവരത് ക്ലിക്ക് ചെയ്ത് ഓൺലൈനായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യും, അല്ലെങ്കിൽ അവരുടെ കസ്റ്റമർ കെയറിലേക്ക് ക്ലിയർ റീഡയറക്റ്റ് ചെയ്യും. ആ രീതിയിലേക്ക് ഇത് മാറും. ദെൻ സോ ഇറ്റ് റെഫേഴ്സ് ടു ബിൽഡിംഗ് ഓർഗനൈസേഷൻ റിലേഷൻഷിപ്പ് വിത്ത് കസ്റ്റമേഴ്സ്. ക്ലിയർ? സോ ഏതിലൂടെ, ഇമെയിലൂടെ ചെയ്യുന്നു. ക്ലിയർ? ഐഡിയലി ഇമെയിൽ സെൻഡിങ് ടു കസ്റ്റമേഴ്സ് ഓർ ക്ലയൻസ് നോട്ട് ഓൺലി സ്പീക്ക് at them but also encourage meaningful interaction with the brand. ക്ലിയർ? അപ്പോൾ ബ്രാൻഡ് അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, നോളേജ് ഇൻഫർമേഷൻ പാസ് ഓൺ ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ കസ്റ്റമേഴ്സിനെ റീറ്റെയിൻ ചെയ്യാൻ പറ്റും, അവർക്ക് ആവശ്യം അവരുടെ നീഡ്സ് അല്ലെ അവരോട് സംസാരിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ അവർക്ക് ഇൻഫർമേഷൻ പാസ് ചെയ്യുന്ന തരത്തിലേക്ക് ഇതിനെ കൊണ്ടുവരാനും പറ്റും. ക്ലിയർ? ഇതൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആയിട്ട് ഉപയോഗിക്കും. ഇൻസ്റ്റൻറ്റ് മെസ്സേജിങ് മാർക്കറ്റിംഗ്. ക്ലിയർ? ഇൻസ്റ്റൻറ്റ് മെസ്സഞ്ചറാണ് വാട്സപ്പ് പോലുള്ള അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള ഇൻസ്റ്റൻറ്റ് മെസ്സഞ്ചേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് അതിലൂടെ നമ്മൾ എന്ത് ചെയ്യാം, മാർക്കറ്റിംഗ് ചെയ്യാം. ക്ലിയർ? ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ, ഇൻസ്റ്റൻറ്റ് മെസ്സഞ്ചേഴ്സ് മിക്കവാറും ഗ്രൂപ്പ് ബേസ്ഡ് ആയിട്ടൊക്കെ ഉണ്ടാവും. ക്ലിയർ? ഒരു സർക്കിളിൽ നിന്ന് മറ്റൊരു സർക്കിളിലേക്ക് കൂടുതൽ കസ്റ്റമേഴ്സ് അല്ലേ. സോഷ്യൽ മീഡിയയുടെ അഡ്വാൻറ്റേജ് അതാണ്. സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് കൂടുതൽ പ്രചാരം നേരിടാനുള്ള കാരണം എന്താ, ഒരാളിലേക്ക് പാസ് ചെയ്യുന്ന ഒരു മെസ്സേജ് അല്ലേ, അവർക്കൊരു ഗ്രൂപ്പ് ഉണ്ടാവും, ഒരു ഫ്രണ്ട് സർക്കിൾ ഉണ്ടാവും. ക്ലിയർ? അത് അടുത്ത ഗ്രൂപ്പിലേക്ക് അവർ പാസ് ചെയ്യുന്ന സമയത്ത് എന്താകും, ആ മറ്റുള്ള ഫ്രണ്ട് സർക്കിളിലൊക്കെ അത് എത്തും. ഈ രീതിയിൽ വളരെ കൂടുതൽ ആളുകളിലേക്ക് ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ എത്താനും ക്ലിയർ കുറച്ച് ആളുകളെങ്കിലും അതിൽ പ്രോസ്പെക്റ്റീവ് കസ്റ്റമേഴ്സായിട്ട് മാറ്റാനും കമ്പനികൾക്ക് കഴിയും. ക്ലിയർ? സോ ഇൻസ്റ്റൻറ്റ് മെസ്സഞ്ചേഴ്സ് ആർ ദ latest communication technique. Clear? So there are billions of people generally using WhatsApp on a monthly basis. Clear? So followed by Facebook Messenger, clear, WeChat, അങ്ങനെ ഏത് തരത്തിൽ ആയിക്കോട്ടെ. So if you want to be where your audience is, enter instant messaging marketing. Clear? So people are എവിടെയാണ് അവർ അല്ലെ, എന്താണ് അവർ ചെയ്യുന്നത്, അവരുടെ സ്റ്റാറ്റസ് എന്താണ്, ഇതൊക്കെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ ഇതിലൂടെ പറ്റും. ക്ലിയർ? അപ്പോൾ കമ്പനികൾ എന്ത് ചെയ്യുന്നു, ഇത്തരത്തിലുള്ള ഇൻസ്റ്റൻറ്റ് മെസ്സഞ്ചേഴ്സ് ക്ലിയർ മെസ്സേജസ് ക്രിയേറ്റ് ചെയ്ത് ഗ്രൂപ്പുകൾ അവരുടേതായിട്ടുള്ള രീതിയിൽ ക്രിയേറ്റ് ചെയ്ത് ക്ലിയർ ലിങ്ക് പ്രൊവൈഡ് ചെയ്ത് അതിലേക്ക് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. ഓക്കെ? അപ്പോൾ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ടച്ച് കസ്റ്റമേഴ്സിനിടയിൽ ഉണ്ടാവും. ക്ലിയർ? അവർക്ക് ഇൻഫർമേഷൻ പാസ് ഓൺ ചെയ്യാൻ പറ്റും, ബ്രാൻഡ് ലോയൽറ്റി ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ക്ലിയർ? സോ ഇൻഫർമേഷൻ സെൻഡ് വയ മെസ്സഞ്ചർ. ഓക്കെ? ഇതൊക്കെയാണ് പ്രധാനമായിട്ട് വരുന്ന ടൈപ്പ് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്.